കേരളത്തിലെ മുസ്ലിങ്ങളുടെ അട്ടിപ്പേറവകാശം ആർക്കാണ്? ഈ ഒരു ചോദ്യം പലപ്പോഴും കഴിഞ്ഞ ഏതാനും കാലങ്ങളായി പല തരത്തിൽ ആവർത്തിക്കപ്പെടുന്ന നമ്മുടെ പൊതുമധ്യത്തിൽ, ചാനൽ ചർച്ചകൾക്കിടയിൽ, അതുപോലെ തന്നെ എഴുത്തുകളിൽ, സോഷ്യൽ മീഡിയയിലൊക്കെ വളരെയധികം ആവർത്തിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ കാരണം എന്താ വെച്ചാൽ, ഒരു സമൂഹം എന്ന നിലക്ക് മുസ്ലിങ്ങൾ പലതരത്തിൽ സമൂഹത്തിൽ ഇടപെടും. അവർ പല കൺസേൺസ് ഉയർത്തും. ഇത്തരം കൺസേണുകൾ ഉയർത്തുമ്പോൾ, ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ ഉയർത്തുന്ന ആളുകളോട് നിങ്ങളല്ല ഇതിന്റെ ആളുകൾ എന്ന രൂപത്തിൽ പറയുന്ന പലപ്പോഴായി നമ്മൾ കാണാറുണ്ട്. ഇപ്പം പല വിഷയങ്ങളുടെ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞിട്ടൊരു ഒരു കാര്യം തന്നെ നമ്മൾ കാണാറുണ്ട്. അപ്പം എന്താ വെച്ചാൽ, ജമാഅത്തെ ഇസ്ലാമി എന്തെങ്കിലും ഒരു കാര്യം ഉയർത്തിയാൽ അത് അവരുടെ കാര്യമാണ്, അത് മുസ്ലിങ്ങളുടേതല്ല. മുജാഹിദുകൾ എന്തെങ്കിലും ഉയർത്തിയാൽ അത് അവരുടേതാണ്, മുസ്ലിങ്ങളുടേതല്ല. സമസ്ത എന്തെങ്കിലും ഉയർത്തിയാൽ അവരുടേതാണ്. ലീഗ് ഉയർത്തിയാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, അത് മുസ്ലിങ്ങൾക്കായിട്ടൊരു ബന്ധമില്ല. മുസ്ലിങ്ങൾക്ക് തീർച്ചയായും നമ്മൾ പറയുന്നത് ഏതെങ്കിലും കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് സംഘടനകളുണ്ട്, ഒരുപാട് അവാന്തര വിഭാഗങ്ങളുണ്ട്, പലതരം താല്പര്യങ്ങളോടുകൂടി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംഘടനകൾ, സാമുദായിക സംഘടനകൾ, മതസംഘടനകളൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു സംഘടനക്കോ ഏതെങ്കിലും ഒരു വിഭാഗത്തിനോ മുസ്ലിങ്ങളുടെ മൊത്തം അട്ടിപ്പേറവകാശമോ ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഫ്രേസ്, നിങ്ങൾ അല്ല അട്ടിപ്പേറവകാശം എന്ന് പറയുന്നത് കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല, പിന്നെ ആരാണ് മുസ്ലിങ്ങളുടെ ഒരു സ്വാഭാവികമായിട്ടൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മുസ്ലിങ്ങളുടെ കുറെ കൺസേൺസ് ഉണ്ടാവും, അത് പിന്നെ ആരാ പറയേണ്ടത് എന്ന ഒരു ചോദ്യം പലപ്പോഴും ഉയരുന്നുണ്ട്. അപ്പൊ അതാണ് നമുക്ക് ഇന്നൊന്ന് ചർച്ച ചെയ്യാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചില ആളുകൾ കുറച്ചായിട്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സാധനം വെച്ചാൽ, ഇവരല്ല, പക്ഷെ ഞങ്ങൾ കുറച്ച് ആൾക്കാരെ പറഞ്ഞുതരും, അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ്സ് വെക്കും, ഈ നിലക്കാണ് നിങ്ങൾ മുസ്ലിം സമുദായത്തെ നോക്കിക്കാണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ക്രൈറ്റീരിയാസ് വെച്ചിട്ടാണ് മുസ്ലിം സമുദായത്തെ വിലയിരുത്തുന്നത് ചില ആളുകൾ വന്ന് പറയാണ്. അല്ലെങ്കിൽ ഇത്തരം ഒരാളുകളെ സംബന്ധിച്ച് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആയി സംഘടിതമായി നിൽക്കുന്ന കുറെ ആളുകൾ, ഈ ആളുകൾക്കൊന്നും ഒരു അവകാശമോ അല്ലെങ്കിൽ ഒരു സെയ്ക്കോ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായത്തിന് ഒരു വിലയോ കൊടുക്കേണ്ടതില്ല എന്നുള്ളതും, എന്നാൽ ഞങ്ങൾ കുറച്ച് 4-5 ആൾക്കാർ പറയുന്ന ഒരു ക്രൈറ്റീരിയ മാനദണ്ഡത്തിലൂടെ ഈ മുസ്ലിം സമുദായത്തെ ഞങ്ങൾ വിലയിരുത്തണം എന്നുള്ളതാണ് പറഞ്ഞു വെക്കാൻ അവർ ശ്രമിക്കുന്നതാണ്. അപ്പോൾ അവരെ കാഴ്ചപ്പാട് നമുക്കതൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. പലതരത്തിൽ ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രം പൊങ്ങി വരികയും അവിടെ ആ സമയത്ത് അവർക്ക് മുസ്ലിം സമുദായത്തെ ഭയങ്കര കൺസേൺ ആയിരിക്കും, ഞങ്ങളുടെ സമുദായം ഞാനും സമുദായമാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഭയങ്കരമായ സ്നേഹമായിരിക്കും. എന്നാൽ ആ വിവാദങ്ങൾ കഴിഞ്ഞ് പിന്നെ മുസ്ലിം സമുദായ സംബന്ധിച്ച് സംസാരിക്കാനോ കൺസേൺസിനെ പറ്റി സംസാരിക്കാനോ ഇവർക്ക് ശ്രദ്ധയോ സമയമോ ഇല്ല എന്നുള്ളതാണ്. ഉണ്ടാവില്ല. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മാത്രം ചാനലുകളിൽ മാത്രം കാണുന്ന കുറച്ച് ആളുകൾ, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുറച്ച് എഴുത്തുകളിലൂടെ മാത്രം കാണുന്ന കുറച്ച് ആളുകൾ, അവർ ഉയർത്തുന്ന വാദങ്ങളെ നമുക്കൊന്ന് പരിശോധിക്കുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അതിൽ പിന്നെ ഈ ശരീഅത്തിനെയൊക്കെ വലിയ രൂപത്തിൽ വെല്ലുവിളിച്ച് ആ നിലക്ക് പിന്നെ വന്നിട്ടുള്ള കോടതിയിൽ നിന്നൊക്കെ പലപ്പോഴും ഇപ്പോൾ ഈ പിന്നെ പലതരത്തിൽ വയനാട് ദുരിതാശ്വാസമായിട്ട് ബന്ധപ്പെട്ട കോടതിയിലൊക്കെ പോയി പ്രയാസപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ആരാണ് മുസ്ലിങ്ങൾ? നല്ലൊരു വ്യാഖ്യാനം തരുന്നുണ്ട്. അതെ. അപ്പോൾ നമുക്ക് നോക്കാം ആരാണ് ശരിക്കും പിന്നെ മുസ്ലിം ആരാണെന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. ഏതെങ്കിലും പണ്ഡിത ഗ്രൂപ്പോ 2 ആൾ കൂടി ഇരുന്നിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതല്ല മുസ്ലിം. അങ്ങനെ വരുമ്പോൾ എൻ്റെ പോയിന്റ്, പ്രേം നസീർ, നിലമ്പൂർ ആയിഷ, KT മുഹമ്മദ്, മമ്മൂട്ടി, സംവിധായകൻ സിദ്ദീഖ്, KP ഉമർ, അങ്ങനെ മുഹമ്മദ് റാഫി, വൈക്കം മുഹമ്മദ് ബഷീർ, പുനത്തിൽ കുഞ്ഞബ്ദുള്ള, NP മുഹമ്മദ്, പിന്നെ കലാമണ്ഡലം ഹൈദരലി, അങ്ങനെ AR റഹ്മാൻ, മാധവിക്കുട്ടി, ഇപ്പൊ കമല സുരയ്യ, ഇപ്പൊ അവരൊക്കെയുള്ള വലിയൊരു പരമ്പര, ഒരു പരന്നു കിടക്കുന്ന സംഗതിയാണ് ഈ മുസ്ലിം എന്ന് പറയുന്നത്. പറഞ്ഞു വരുന്നത് വെച്ചാല് ഇവരൊക്കെ കൂടിയതാണ് മുസ്ലിം, അല്ലാന്ന് ആരും പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും ഈ ആളുകളൊന്നും മുസ്ലിം അല്ലാന്നോ അല്ലെങ്കിൽ ഈ സമുദായത്തിനുള്ളിലുള്ള അല്ലാന്നുള്ളോ കമ്മ്യൂണിറ്റിനുള്ളിൽ അല്ലാന്നുള്ള പറഞ്ഞിട്ടുള്ള അത്രയൊരു പ്രശ്നം ഇവിടെ നിലനിൽക്കുന്നുണ്ട് എവിടെയെങ്കിലും. ഇല്ലാത്തൊരു പ്രശ്നത്തെ കൊണ്ടുവന്നിട്ട് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല. ഈവൻ ഇപ്പം മമ്മൂട്ടി ചെയ്യുന്ന കാര്യം, മമ്മൂട്ടി ചെയ്ത കാര്യങ്ങൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിലപാടുകൾ, അതിനോട് വിയോജിപ്പുള്ള ഒരുപാട് ആളുകളുണ്ട്. ആ വിയോജിപ്പുള്ള ആളുകൾ പോലും പറഞ്ഞിട്ടില്ല മമ്മൂട്ടി മുസ്ലിം അല്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹം ചെയ്യുന്ന ചില കാര്യങ്ങളോട് വിയോജിപ്പുണ്ട്, അത് സ്വാഭാവികല്ലേ. ഇത് മുസ്ലിങ്ങൾക്കിടെ മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമൊന്നുമല്ലല്ലോ. ഏതൊരു സമൂഹത്തിലും വിയോജിപ്പുകൾ ഉണ്ടാവുക എന്നുള്ളത് വളരെ സ്വാഭാവികമാണ്. അതുകൊണ്ടൊന്നും അവരെ എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആ രൂപത്തിൽ അവരെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്നത് ഒരിക്കലും സംഭവിച്ചിട്ടില്ല. ഇയാൾ എന്ത് ചെയ്യാണ്, ഇവരൊക്കെ കൂടിയതാണ് മുസ്ലിങ്ങൾ. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? അതിനുള്ള ഇന്നർ മീനിങ് എന്ന് വെച്ചാൽ മൂപ്പര് പറയാതെ പറയുന്നത് വെച്ചാല്, മുസ്ലിം ഇപ്പൊ മൂപ്പര് ആരാണ് എതിർക്കുന്നത് പറഞ്ഞ സംഘടിതമായി സംഘടനകൾ എന്ന അർത്ഥത്തിൽ നിൽക്കുന്ന ആളുകളാണ് എതിർക്കുന്നത്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾക്കുള്ളിൽ ആ വിഭാഗത്തെ എതിർക്കുന്നത്. അപ്പൊ ഈ വിഭാഗം ഇവരെ മുസ്ലിങ്ങളായി കാണുന്നില്ല എന്ന്
നമ്മളെ പറ്റി അല്ലെങ്കിൽ സംഘടനകളോ ഇത്തരം സംഘടിതമായിട്ടുള്ള മുസ്ലിം മൂവ്മെന്റുകളെ പറ്റിയൊന്നും വല്ലാതെ അറിയാത്ത ആളുകളെ സംബന്ധിച്ച് അവരിത് കേൾക്കുമ്പോൾ അപ്പോ ശരിക്കും ഈ ആളുകളൊന്നും ഇവരൊന്നും മുസ്ലിങ്ങളായിട്ട് കാണുന്നില്ല അല്ലേ എന്നൊരു ഹിഡൻ മെസ്സേജ് ആണ്. അതും അതിന്റെ കൂടെ മറ്റൊന്നെന്താ വെച്ചാൽ അപ്പം ഇവരൊക്കെ ഈ പറഞ്ഞ കുറച്ച് പിന്നെ സിനിമാ രംഗത്തൊക്കെ ഉള്ള കുറെ ആളുകൾ, സംഗീത രംഗത്തുള്ള ആളുകൾ, അപ്പൊ അവരൊക്കെയാണ് ഒരു നോർമൽ മുസ്ലിം, ട്രൂ മുസ്ലിം അല്ലെങ്കിൽ ഒരു ഗുഡ് മുസ്ലിം. അപ്പൊ കുറച്ച് ഗുഡ് മുസ്ലിംസിനെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാണ്, ഇവരാണ് ശരിക്കും നമ്മൾ പറയുന്ന, അദ്ദേഹം പറയുന്ന യഥാർത്ഥ മുസ്ലിങ്ങളുടെ ഒക്കെ ഒരു അട്ടിപ്പവകാശമൊക്കെ പറയാൻ പറ്റുന്ന മൂപ്പര് പ്ലേസ് ചെയ്യുന്ന യഥാർത്ഥ മുസ്ലിംസ് എന്നാണ് മമ്മൂട്ടിയും പ്രേം നസീറും ഒക്കെ ഉണ്ട്. എന്നാൽ കുറച്ച് ബാഡ് മുസ്ലിംസ് ഉണ്ട്, അവരാണ് ഈ പ്രശ്നക്കാർ. അതായത് ബാഡ് മുസ്ലിംസിനുള്ള ക്രൈറ്റീരിയ ആണ് ഈ ഗുഡ് മുസ്ലിംസിനെ തള്ളുന്നതിലൂടെ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഗുഡ് മുസ്ലിംസ്. ഇവരെ പോലെ അല്ലാത്തവർ ആരൊക്കെയാണോ അവരൊക്കെ ബാഡ് മുസ്ലിംസ്. ഇനി കുറച്ച് സ്പെസിഫിക് ക്രൈറ്റീരിയാസ് കൂടി പറയുന്നുണ്ട്. ഞാനുണ്ട്, അതായത് മമ്മൂട്ടി, പ്രേം നസീർ, ഞാൻ ഒക്കെ ഉണ്ട്. അപ്പൊ ആരാണ് ഈ ഞാൻ? അതായത് ഇസ്ലാമിലെ വിവാഹ നിയമം ശരിയല്ല, സ്ത്രീ വിരുദ്ധമാണ്. ഇസ്ലാമിലെ അനന്തരാവകാശം ശരിയല്ല, അത് സ്ത്രീ വിരുദ്ധമാണ്, പുരുഷാധിപത്യമാണ്. ഏത് ഈ ഞാൻ പറയുന്ന ആളാണോ? അതായത് പടച്ചോൻ നൽകിയ അനന്തരാവകാശ നിയമവും വൈവാഹിക നിയമങ്ങളും ശരിയല്ല എന്നുള്ളതും, പടച്ചോനപ്പുറം എനിക്ക് കുറച്ച് നീതികൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വെക്കുന്ന ആളാണ് ഗുഡ് മുസ്ലിം എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ. പറയാനുള്ളത് വെച്ചാൽ ഇദ്ദേഹവും മുസ്ലിം അല്ല നമ്മൾ പറയുന്നില്ല, ഇദ്ദേഹം മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്. പക്ഷെ ഇയാൾ എന്ത് ചെയ്യാണ്? അപ്പൊ ഞാനും മമ്മൂട്ടിയും പ്രേം നസീറും അപ്പൊ ഇങ്ങനെയുള്ള ആളുകളാണ് ഗുഡ് മുസ്ലിംസ്. മറ്റുള്ള ഈ പറഞ്ഞ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എന്തൊക്കെ പിന്നെ അവകാശ നിഷേധമൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുന്ന ആൾ, അവരൊക്കെ ബാഡ് മുസ്ലിംസ് ആണ് എന്ന് പറയുന്ന ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാണ്? അവരെ നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. അവർക്ക് മുസ്ലിങ്ങളുടെ ഒരു അട്ടിപ്പവകാശവും ഇല്ല, അല്ലെങ്കിൽ അവർക്ക് മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കാൻ ഒരു അവകാശവും ഇല്ല. ഞങ്ങൾ കുറച്ച് ഗുഡ് മുസ്ലിംസ് പറയാം. ഇതാണ് യഥാർത്ഥത്തിൽ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണ് ഈ ബാഡ് മുസ്ലിംസിന്റെ പ്രശ്നം? അവരെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹം കാണുന്ന കുറച്ച് സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. അതായത് ഒരു ലിബറൽ ഒരു മാനദണ്ഡം അനുസരിച്ച് പുരോഗമനപരം എന്നൊക്കെ പറയാവുന്ന ഇദ്ദേഹത്തിൻ്റെതായ, അല്ലെങ്കിൽ ഇത്തരക്കാരായ ആളുകൾ മുന്നോട്ട് വെക്കുന്ന കുറച്ച് ആശയങ്ങൾ, അതിനോട് എന്ത് ചെയ്യുന്നില്ല, ഈ ബാഡ് മുസ്ലിംസ് ആ നിലക്ക് യോജിക്കുന്നില്ല. അപ്പൊ എന്താണ്, അവര് പിന്നെ അങ്ങനെ ആയതുകൊണ്ട് തന്നെ അവരാരും എന്ത് ചെയ്യുന്നില്ല, മുസ്ലിങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല. ഞാനും മമ്മൂട്ടിയും പ്രേം നസീറും മാത്രമാണ്. ഇത് ബാക്കി വിഷയം. മമ്മൂട്ടിയെ മാറ്റി നിർത്തിക്കൊണ്ട് മലയാള സിനിമയെ കുറിച്ച് ചർച്ച ചെയ്യാൻ കഴിയുമോ? വൈക്കം മുഹമ്മദ് ബഷീറില്ലാത്ത മലയാള സാഹിത്യം ഇല്ലെന്ന്. നിങ്ങൾ ഇനി 1000 കൊല്ലം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഇന്നലെ ബഷീറിന്റെ മരണദിനാണ് ജൂലൈ 5-ാം തീയതി, ഇന്ന് 6. നിങ്ങളൊരു 10,000 കൊല്ലം കഴിഞ്ഞ് കേരളം മുഴുവൻ കടലെടുത്തുകൊണ്ട് ഏതെങ്കിലും ഇന്റർനെറ്റിൽ ബഷീറിന്റെ പുസ്തകം വായിക്കാത്ത ഒരു മലയാളി ലോകത്തുണ്ടാവും? മമ്മൂട്ടിയുടെ ക്ലിപ്പില്ല. പ്രേം നസീറിന്റെ ഒരു ജയഭാരതിയും ഷീലയും പ്രേം നസീർ പാടാത്ത ഒരു ആ സീൻ കാണാത്ത മനുഷ്യരുണ്ടാവില്ല നിങ്ങൾ ഏതെങ്കിലും കാലത്ത്. അപ്പൊ അങ്ങനെയുള്ള ഒരു സമൂഹത്തെ 2-3 ആള് താലിബാൻ താല്പര്യം വെച്ചിട്ട് അവരുടെ കുടിസായ ശരിക്കും ഇസ്ലാമിനെ റെപ്രസെന്റ് ചെയ്യുന്ന എനിക്ക് പറയാൻ താല്പര്യമില്ല. ഓക്കെ, വേറൊന്ന് ഈ പറഞ്ഞ കാര്യങ്ങളോടൊക്കെ വിയോജിപ്പുള്ളത്, ഇപ്പോ ജനറലി കൾച്ചറലി നോക്കുന്ന സമയത്ത് ഇപ്പൊ മുമ്പ് പറഞ്ഞ 3 പേരുകളാണെങ്കിലും അതിനപ്പുറമുള്ള പേരുകളാണെങ്കിലും ഒക്കെ അങ്ങനെ ഓരോ രംഗത്തും അടയാളപ്പെടുത്തി പോയ ഒരുപാട് ആളുകളുണ്ട്. നമ്മളാരും ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ അടയാളപ്പെടുത്തലുകൾ ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ഈ ആളുകൾ മുസ്ലിം സമുദായത്തിനുള്ളിലുള്ള അല്ല എന്ന് പറഞ്ഞിട്ടില്ല, ഇവരെ മുസ്ലിം എന്ന് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. ഇത്തരം ഒരു വിഷയമേ അവിടെ വരുന്നില്ല. പക്ഷെ മൂപ്പർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മൂപ്പരുടെ താല്പര്യം എന്താണ്, ഈ ആളുകളാണ് മുസ്ലിം. അതായത് ശരിക്കും മൂപ്പരാണ് ഒരു ഫാസിസ്റ്റ് ആകുന്നത്. കാരണം നമ്മൾ ഒരിക്കലും പറയുന്നില്ല നമ്മൾ മാത്രമാണ് മുസ്ലിം എന്ന് പറയുന്നില്ല, എല്ലാവരും കൂടിയാണ് മുസ്ലിം എന്ന് പറയുന്നത്. പക്ഷെ മൂപ്പരെ സംബന്ധിച്ച് എന്താണ്, മുപ്പർ എക്സ്ക്ലൂഡ് ചെയ്യുന്ന ചില ആളുകളുണ്ട്, അല്ലെങ്കിൽ മുപ്പരുടെ മാനദണ്ഡം കൊണ്ട് മാറ്റി നിർത്തുന്ന ചില ആളുകളുണ്ട്. ഈ ആളുകൾ നിങ്ങൾ മുസ്ലിമായിട്ട് കാണരുത്. ഞാൻ കുറച്ച് ആൾക്കാർ പറഞ്ഞുതരാം, ഇവരാണ് മുസ്ലിം, ഇവരും മുസ്ലിം ആണെന്നല്ല, ഇവരാണ് മുസ്ലിം, ഇവരെയാണ് മുസ്ലിമായി കാണേണ്ടത്. ഇവരും പ്രേം നസീർ, മമ്മൂട്ടി, ഞാനും ആണ് ഗുഡ് മുസ്ലിംസ്. ഈ ഗുഡ് മുസ്ലിംസിന്റെ ക്രൈറ്റീരിയ അല്ലെങ്കിൽ മാനദണ്ഡം നമുക്ക് ഇവിടെ പൊതുവായിട്ട് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ എന്തൊക്കെയാ? മമ്മൂട്ടിയില്, പ്രേം നസീറില്, ബഷീറില്, ഞാൻ, എന്നില്, ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ടല്ലോ. അപ്പൊ ഞങ്ങളിൽ പൊതുവായിട്ട് കാണുന്ന പ്രത്യേകതകൾ എന്തൊക്കെയാണോ, ഈ പൊതുവായ പ്രത്യേകതകളൊക്കെ നിങ്ങൾ എടുക്കുക. ഇത് മുസ്ലിംസിന് ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഈ പൊതു പ്രത്യേകതകൾ ഇല്ലാത്ത ആരൊക്കെയാണോ അവരൊക്കെ മുമ്പ് പറഞ്ഞ താലിബാൻ വാദികളാണ്. അപ്പോൾ ശരിക്കും ഒരു കൊളോണിയൽ പ്രോജക്റ്റിൽ പിന്നെ ഒരു അമേരിക്കൻ സാമ്രാജ്യത്വം അന്നുണ്ടാക്കിയ, ഇപ്പം നമ്മൾ സൊഹ്റാൻ മംദാനിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്നത്, അദ്ദേഹത്തിന്റെ പിതാവായിട്ടുള്ള മഹ്മൂദ് മംദാനി എഴുതിയിട്ടുള്ള ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം എന്ന് പറഞ്ഞ ആ പുസ്തകത്തിലടക്കം പറയുന്ന ഒരു കാര്യം ഇതാണ്. അതായത് പിന്നെ അമേരിക്ക സോവിയറ്റ് യൂണിയനെ എതിർക്കാൻ വേണ്ടി ഉണ്ടാക്കിയ കുറെ പിന്നെ കാര്യങ്ങൾ, അപ്പോൾ ആ അമേരിക്കൻ സാമ്രാജ്യത്വത്തിനോട് ചേർന്ന് നിൽക്കുന്നവർ അവരാണ്, അല്ലെങ്കിൽ ആ ഒരു താല്പര്യങ്ങളോട് ചേർന്ന് നിൽക്കുന്നവർക്കൊക്കെ എന്ത് ചെയ്തു, അവർ ആ ഒരു ഗുഡ് മുസ്ലിം ടാഗ് കൊടുക്കുന്നു. അതിനോട് വിയോജിക്കുന്നവർക്കൊക്കെ ഒരു ബാഡ് മുസ്ലിം ടാഗ് കൊടുക്കുന്നു. അങ്ങനെ മുസ്ലിങ്ങളെ ഈ നിലക്ക്
രണ്ടാക്കി മാറ്റുകയും എന്നിട്ട് അവരെ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുകയും ചെയ്യുക എന്ന് പറയുന്ന അതേ തന്ത്രം മറ്റൊരു രൂപത്തിൽ ഇവരെന്ത് ചെയ്യാണ്, ഇവരും കുറച്ച് ടാഗുകൾ കൊടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവരെ ഈ ഡിവിഷൻ നടത്തിയിട്ട് പിന്നെ ഇവർ ഇസ്ലാമോഫോബിയക്ക് എതിരാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം. അതെ അതെ. ഇസ്ലാം എന്ന് പറയുന്നത് സൂഫി പാരമ്പര്യമുള്ള സംഗതി കൂടിയിട്ട് ഗസൽ ഉണ്ടാക്കിയതാരാ, സംഗീതം ഉണ്ടാക്കിയതാരാ. ഇപ്പൊ നമ്മളെ പ്രധാനപ്പെട്ട ഒരു ട്രെയിൻ നിസാമുദ്ദീൻ ട്രെയിനാണ്. നിസാമുദ്ദീൻ ഔലിയ എന്ന് പറയുന്നത് ഒരു സൂഫി വര്യനാണ്. ആ സൂഫി വര്യൻ എന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഗസൽ ഉണ്ടാക്കിയ ആളാണ്. തലത്ത് അസീസ്, തലത്ത് മുഹമ്മദ്, പിന്നെ നമ്മളെ സക്കീർ ഹുസൈൻ, ഇന്ത്യൻ മുസ്ലിം പാരമ്പര്യം എന്ന് പറയുന്നത് ഇതൊക്കെ ചേർന്നതാണ്. അപ്പൊ അങ്ങനെയുള്ള അപ്പം ഇവിടെ പറയുന്നത് സൂഫികളും മുസ്ലിങ്ങളാണ്. ശരി, നമുക്കത് എടുക്കാം. സൂഫികൾ മുസ്ലിങ്ങളെല്ലാം ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇത് ഇയാൾ പറയുന്നത് എന്തിനാ, ഇപ്പം വേറെ കുറച്ച് ആളുകളെ എതിർക്കാൻ വേണ്ടിയിട്ടും അവർ മുസ്ലിങ്ങളുടെ അട്ടിപ്പവകാശം അല്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതേ ഇയാള് ഈ സൂഫി മുസ്ലിങ്ങൾ എന്നല്ല പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സമസ്തക്കാരായ ആളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ ഇനി സൂഫികൾ എന്തെങ്കിലും ഒരു വിഷയമായിട്ട് മുന്നോട്ട് വന്നാലോ, അപ്പൊ ഇവർ പറയും ഇവരല്ല, ഇവർ ബാഡ് മുസ്ലിംസ് ആണ്, വേറെ. എന്നിട്ട് മുപ്പർക്ക് ഇപ്പൊ സൂഫികളുടെ കുറച്ച് ഗുണങ്ങൾ വേണം, അപ്പൊ സൂഫികൾ നല്ല മുസ്ലിംസ് ആണ്. ഇനി മുപ്പർക്ക് സൂഫികളുടെ ഗുണങ്ങൾ ഇഷ്ടപ്പെടാത്ത, മുപ്പര സ്റ്റാൻഡേർഡ്സിനോട് യോജിക്കാത്ത ഒരു ഏരിയ വരികയാണെങ്കിൽ സൂഫികളല്ല ഗുഡ് മുസ്ലിം, സൂഫികൾ മുസ്ലിംസ് ആണോ, അല്ലെങ്കിൽ അവരെങ്ങനെ ഇത്രയും പ്രാകൃതമായി നോക്കൂ ഇവിടെ സെൽഫികളുമുണ്ട് എന്ന് പറഞ്ഞു അവര് മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വരും. അപ്പം ഇപ്പൊ അത് ഇപ്പൊ തന്നെ നമ്മൾ കണ്ടല്ലോ, ഇപ്പം മദ്രസ സമയമാറ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതലായിട്ടും സമസ്തയാണ് അതിന് മുന്നോട്ട് വന്നത്. അപ്പൊ എന്താ, സമസ്ത ഭയങ്കര പ്രശ്നക്കാരി, എപ്പോഴും മതപഠനം അങ്ങനെ ഇങ്ങനെ, എന്താണ് ഇവര് നൂറ്റാണ്ടിലും ഇങ്ങനെ പറയാ. അപ്പൊ എന്താ, അന്ന് ആ സമയത്ത് സമസ്ത ബാഡ് മുസ്ലിം, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കാത്ത കുറച്ച് ഗുഡ് മുസ്ലിംസിനെ കാണിച്ചാൽ നിങ്ങൾ അതുപോലെ ആവൂ എന്ന് പറയും. അതേപോലെ ഇനി മുജാഹിദുകളാണ് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ സിംപ്ലി ഇപ്പോ മമ്മൂട്ടിയുടെ വിഷയം പറഞ്ഞു, മമ്മൂട്ടിയുടെ ജീവിതം പരിശോധിച്ചാലും മൂപ്പർക്ക് ഇതേപോലെ മമ്മൂട്ടി മുസ്ലിം അല്ലാന്ന് പറയാൻ പറ്റുന്ന ഒരുപാട് എലമെന്റ്സ് ഉണ്ടാവും. അൾട്ടിമേറ്റ്ലി മൂപ്പർക്ക് മമ്മൂട്ടിയോ പ്രേം നസീറോ മറ്റേ സൂഫിയോ സലഫിയോ ഒന്നുമല്ല പ്രശ്നം, ഞാനാണ് പ്രശ്നം. മമ്മൂട്ടി പ്രേം നസീർ ഞാനെന്ന് പറയില്ല, ഞാനാണ് പ്രശ്നം. ഞാൻ എന്നുള്ളതിനും കുറച്ചപ്പുറത്ത് അദ്ദേഹം മുന്നോട്ട് ഒരു ലിബറൽ ഐഡിയ, അത് മൂപ്പരാണ് മെയിൻ. അപ്പൊ മൂപ്പരുടെ കുറച്ച് വാല്യൂസ് ഉണ്ട്, സ്റ്റാൻഡേർഡ്സ് ഉണ്ട്. ഇപ്പൊ മനസ്സിലാക്കിയ ഒരു ലോകത്തിലെ ശരികളുണ്ട്. ആ ശരിക്ക് മാനദണ്ഡം എന്താ, അങ്ങനൊന്നുമില്ല. ഞാനിങ്ങനെ കുറേ ആശയങ്ങൾ കിട്ടിയപ്പോൾ കുറച്ച് ഇങ്ങനെ നല്ല മൂല്യങ്ങളൊക്കെ തോന്നി, ശരിയായ മൂല്യങ്ങൾ തോന്നി. ഈ മൂല്യത്തിനോട് യോജിക്കുന്നവർ ആരൊക്കെയാണോ അവരൊക്കെ ആ മേഖലകളിൽ നല്ലവരാവും. അതിനപ്പുറമുള്ള മേഖലയിൽ അവരെന്നോട് യോജിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഭാഗത്ത് നല്ലവനാക്കിയാൽ തന്നെ മറ്റേ ഭാഗത്ത് തന്നെ മോശമാക്കും അല്ലെങ്കിൽ ബാഡാക്കും. വളരെ സിമ്പിളാണ്. അതൊരു എന്താ പറയാ, സാഡിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, അത് ഞാൻ പറയുന്ന സ്ഥലത്ത് എല്ലാവരും നിൽക്കണം, ഞാൻ പറയുന്ന സ്റ്റാൻഡേർഡ്സ് എല്ലാവരും പാലിക്കണം. ശരിക്കും ലിബറൽ ഫാസിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് തന്നെ അവിടെ വരിക. ലിബറലിസം ഈസ് നോട്ട് മച്ച് ലിബറൽ എന്ന് പറയും. ലിബറൽ എന്ന് പറയുന്ന വാക്കിനോട് നമുക്ക് വിരോധമൊന്നുമില്ല, അത് നല്ലൊരു വാക്കാണ്. അല്ലെങ്കിൽ ആ ലിബറൽ എന്നുള്ള വാക്കിനെ പല രീതിയിൽ നമുക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ലിബറലിസം എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് വരുന്ന സമയത്ത് അതിന് തന്നെ പല സമയങ്ങളിലും പല സ്ഥലങ്ങളിലും ലിബറലാകാൻ പറ്റുന്നില്ല, ഉദാരമാകാൻ പറ്റുന്നില്ല. അതാണ് നമുക്കവിടെ ശരിക്കും കാണാൻ പറ്റുക. മാത്രമല്ല, ഇതിപ്പം ഇതിന്റെ വേറൊരു ഉദാഹരണമാണ് ജമാഅത്തെ ഇസ്ലാമി. അപ്പൊ എപ്പോഴും ഈ പിന്നിൽ ജമാഅത്തെ ഇസ്ലാമി ഇവരുണ്ടല്ലോ. അപ്പൊ ജമാഅത്തെ ഇസ്ലാമി ഈ പുരോഗമനക്കാരുടെ കൂടെ നിന്ന സമയം, അവരുടെ കൂടെ അത്രയും പിന്നെ ചേർന്ന് പ്രവർത്തിക്കുകയും പൊളിറ്റിക്കലി തന്നെ അവരുടെ കൂടെ നിൽക്കുകയും ഈവൻ അധികാരം പോലും പങ്കിടുകയും ചെയ്ത സമയത്ത് അവരെന്താണ്, ഗുഡ് മുസ്ലിംസ് ആണ്. എന്നാൽ അതിൽ നിന്നും മാറി പൊളിറ്റിക്കലി അവരുടെ കുറച്ചപ്പുറത്തുള്ള അല്ലെങ്കിൽ പിന്നെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പൊസിഷൻ എടുക്കുന്നതോടുകൂടി എന്തായി, ജമാഅത്തെ ഇസ്ലാമി ബാഡ് മുസ്ലിംസ് ആയി. ഇതില് ഭയങ്കര രസം എന്താ വെച്ചാൽ, ഭയങ്കര ബുദ്ധിജീവികളായ ആളുകൾ മൗദൂദിയുടെ കുറെ കോട്ടുകളൊക്കെ കൊണ്ടുവരും. കണ്ടോ, ഇത്രയും അപകടകരമായ കാര്യം. നമ്മൾ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയങ്ങളെക്കുറിച്ചോ അതിന്റെ മതരാഷ്ട്രവാദത്തിന്റെ അതിനെ മിരട്ടിയേക്കല്ല ഞാൻ പോകുന്നത്. അപ്പൊ ഇത്രയും അപകടകരമായ ആശയങ്ങളുള്ള മൗദൂദിയുടെ അവർ പറയുന്ന അവർ അപകടകരമാണെന്ന് സ്ഥാപിക്കുന്ന അത്രയും അപകടകരമായി അവർ പറയുന്ന ആ ഒരു ആശയങ്ങളുള്ള മൗദൂദിയെ പിന്നെ സൈദ്ധാന്തികനായി കൊണ്ട് നടക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ ഇവർ ഇത്രയും കാലം എങ്ങനെ പ്രവർത്തിച്ചു എന്നറിയോ? സോഷ്യൽ മീഡിയ ഉള്ള കാലത്താണ്, കൊറോണക്ക് തൊട്ട് മുമ്പ് വരെ സഖ്യത്തിലുണ്ടായിരുന്ന രണ്ട് കക്ഷികളാണ്. ഇപ്പോ ഇതേ വിഭാഗത്തിന്റെ ചില വിദ്യാർത്ഥി ഘടകങ്ങളൊക്കെ മുന്നേ, ഇപ്പൊ അവർക്ക് നിലപാടില്ലാവുന്നുണ്ട്. കുറച്ച് മുന്നേ ചില പ്രോഗ്രാംസിനൊക്കെ ഇൻവൈറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ വിദ്യാർത്ഥി ഘടകമില്ല, ഉള്ള പരിപാടികൾ പങ്കെടുക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഞെട്ടിപ്പോയി. 5 കൊല്ലം മുമ്പ്, അതായത് ഞാൻ കോളേജിന്റെ ഉള്ളിൽ നിന്നാണ് ഈ പരിപാടിക്ക് ക്ഷണിക്കുന്നത്, കോളേജിലേക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് വരെ ഒരു സഖ്യത്തിലാണ്. അപ്പൊ ഒരു 4 കൊല്ലം സോഷ്യൽ മീഡിയ കാലത്ത് 4 കൊല്ലത്തിനിടയിലുണ്ടായ ചേഞ്ചിൽ ഐഡിയോളജിക്കലി ഈ 4 കൊല്ലത്തെ വേരിയേഷൻ ആണെന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം എടുത്ത് പറയാനില്ലാത്ത ആ ഒരു സമയത്തും സഖ്യം മാറി അല്ലെങ്കിൽ ഘടകം മാറി എന്നുള്ള ഒറ്റ പേരിൽ ഇവർക്ക് ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം അല്ലെങ്കിൽ നല്ലവർ ചീത്തവർ എന്നതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാമെങ്കിൽ
എത്രത്തോളമായിരിക്കും ഇവരുടെ അല്ല ഇതില് സംഭവം വെച്ചാൽ ഇതില് ഒരു ഐഡിയോളജിക്കലായ ഇതല്ല. അതായത് അതാണ് പിന്നെ ഇപ്പം മൗദൂദിയോട് വിയോജിക്കാം, ജമാഅത്തെ ഇസ്ലാമിയോട് വിയോജിക്കാം, തീർച്ചയായും അതിലൊക്കെ പിന്നെ സാധ്യതകളുണ്ട്. പക്ഷെ ഞങ്ങളോട് കൂടെ നിൽക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്ന പൊതു എന്ന് പറയുന്ന ആ ധാരയോട് കൂടെ നിൽക്കുന്നില്ല എങ്കിൽ നിങ്ങൾ എന്താവും? താലിബാനികളാവും, പിന്നെ മതരാഷ്ട്രവാദികളാവും, നിങ്ങൾ എല്ലാ തരത്തിലുള്ള പ്രശ്നക്കാരുമാകും എന്ന ഒരു ഇതിനപ്പുറം മറ്റെന്താണ് നമ്മൾ കേന്ദ്ര സർക്കാരൊന്നും കാണുന്നത്? നമ്മൾ ഇതേ സമയത്ത് എല്ലാവരും ഒരേപോലെ എതിർക്കുന്നതാണ് കേന്ദ്ര സർക്കാരിനെ. എന്താണോ കേന്ദ്ര സർക്കാരിനോട് ഒരാൾ വിയോജിപ്പായിട്ട് രേഖപ്പെടുത്തത് അതിനവർ എന്ത് ചെയ്യും? രാജ്യദ്രോഹമായിട്ട്. അല്ല, ഈവൻ കേന്ദ്ര സർക്കാർ പോലും അല്ലെങ്കിൽ ഈ BJP പോലും എന്താ ചെയ്യുന്നത്? നിങ്ങൾ ദേശീയ മുസ്ലിം ആണെങ്കിൽ ഓക്കെയാണ്, എന്ന് വെച്ചാൽ അവരുടെ ഗുഡ് മുസ്ലിം അതാണ്. അവര് BJP മുന്നോട്ട് വെക്കുന്ന ഗുഡ് മുസ്ലിം എന്ന് പറഞ്ഞാൽ ദേശീയ മുസ്ലിം. അബ്ദുള്ള കുട്ടിനെ പോലെ ഒരു ദേശീയ മുസ്ലിം ആയാൽ യു ആർ ഓക്കെ. കാരണം എന്താ? നിങ്ങൾ ഞങ്ങളുടെ ഒരു ഹിന്ദുത്വ പ്രൊജക്ടിനോട് കൂടെ നിൽക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ അവർ പറയുന്ന ഏതൊരു ഐഡിയനോടും ഒരു അറബി പേരിൽ ഒരാൾ യോജിച്ചാൽ അയാൾ ആരായി? ദേശദ്രോഹിയായി, ബാഡ് മുസ്ലിം. അപ്പൊ ഇതേ കാര്യം തന്നെയാണ് ഇവിടെ. ഇപ്പം മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട് പലപ്പോഴും എന്ത് ചെയ്യാൻ പറ്റും? അത് ഭയങ്കര പ്രശ്നമാണ്, മതപാർട്ടിയാണ്, ആ പേരിൽ തന്നെ മതമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വർഗീയ പാർട്ടിയാണ്. എന്നാൽ മുസ്ലിം ലീഗുമായി ചേർന്ന് പ്രവർത്തിച്ചിട്ടുണ്ട് ആര്? ഇതേ ആളുകൾ. ഇടത് ഗവൺമെന്റ് പിന്നെ മുന്നോട്ട് വന്നിട്ടുള്ളത് ഈ മുസ്ലിം ലീഗിന്റെ കൂടെയാണ്. എന്ന് മാത്രമല്ല, ചില സമയങ്ങളിൽ UDF നിന്നും ലീഗിനെ മാറ്റാൻ സാധിക്കും എന്ന് മനസ്സിലാകുന്ന ഘട്ടങ്ങളിൽ ലീഗ് എന്ന് പറയുന്നത് ലീഗിനോളം മതേതരമായിട്ടുള്ള യാതൊരു പാർട്ടിയും ഇല്ല. അതും ഒരുപാട് മുന്നത്തെ ചരിത്രമല്ല. ഒരു 10 കൊല്ലത്തിനുള്ളിൽ നമ്മൾ പരിശോധിച്ചാൽ ഒന്നിലധികം സാഹചര്യങ്ങൾ അത്തരത്തിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ലീഗിന് അഥവാ പിടിച്ചാൽ കിട്ടും എന്ന് തോന്നുന്ന അപ്പം ലീഗ് ഗുഡ് മുസ്ലിം ആവും. എന്ന് വെച്ചാൽ ഇത് മാത്രമാണ് ഇതിന്റെ ബേസ്. ഒന്നുകിൽ ഞങ്ങൾ പറയുന്ന വാല്യൂസിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ, മറ്റേ രാഷ്ട്രീയമായിട്ട് വെച്ചാൽ ഞങ്ങൾ പറയുന്ന വാല്യൂസ്, ഞങ്ങൾ പറയുന്ന ശരി എന്ന് പറയുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അത് ആ ലിസ്റ്റിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കും. രാഷ്ട്രീയമായിട്ടാണെങ്കിൽ ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കും. ഞങ്ങളാണ് പ്രശ്നം, അല്ലാതെ മറ്റൊന്നുമല്ല. ഞങ്ങൾ എന്നുള്ള സാധനം, ഞങ്ങൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ടോ, നിങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ടോ, ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ ഞങ്ങളൊപ്പം നിങ്ങൾ നിൽക്കുന്നുണ്ടോ, ഓക്കെ ഫൈൻ. അല്ലെങ്കിൽ പ്രശ്നമാണ്. അല്ലെങ്കിൽ നിങ്ങൾ നമ്മൾ രാജ്യദ്രോഹികളാക്കും, ബാഡ് മുസ്ലിം ആക്കും, താലിബാനാക്കും, അപകടകരാക്കും, പ്രശ്നമാക്കും, തീവ്രവാദികളാക്കും, മതമൗലികരാക്കും. അപ്പം ഇവര് അതിനുവേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങളാണ്. അപ്പം മുസ്ലിം സംഘടനകളുടെ കണക്കൊക്കെയാണ് എടുക്കുക. സംഘടനകളുടെ കണക്ക്, അതിലുള്ള അംഗങ്ങളുടെ കണക്കൊക്കെ എടുത്തിട്ടാണ് ശരി. അപ്പം ഇതില് ഒരു ലിബറലുകളുടെ ഒരു ഓൺലൈൻ പോർട്ടലിൽ വന്നിട്ടുള്ള ഒരു ലേഖനത്തിൽ പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ, കേരളത്തിലെ മതസംഘടനകൾക്ക് മുസ്ലിം സാമൂഹിക ജീവിതത്തിൽ എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നോക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിം ജനസംഖ്യ പിന്നെ 8.87 മില്യൺ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവസാനം പറയാണ്, ഈ സംഘടനകൾക്കെല്ലാം കൂടി 20 ലക്ഷം മെമ്പർഷിപ്പ് ഉണ്ടാകില്ല, ചിലപ്പോൾ അതിന്റെ പകുതിയെ കാണുകയുള്ളൂ. 20 ലക്ഷം കണക്കാക്കിയാൽ തന്നെ അതിന്റെ 98% പുരുഷന്മാരായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണക്കിലും 98% കൃത്യം കിട്ടിക്കും. അതെ, പുരുഷന്മാരുടെ കണക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും പറയുന്നത് എന്താ വെച്ചാൽ, മതസംഘടനകളുടെ മെമ്പർഷിപ്പ് ഒക്കെ കുറവായിരിക്കും. അപ്പം ഞങ്ങൾ ആരും പറയുന്നില്ല ഏതെങ്കിലും ഒരു മതസംഘടനക്ക് അട്ടിപ്പേരവകാശം ഉണ്ടെന്ന് അല്ലെങ്കിലും ആരും പറയുന്നില്ല. പക്ഷെ ഇവർ പറയുന്നത് വെച്ചാൽ, മതസംഘടനകൾക്ക് എന്ത് ഇത്രയേ ഉറച്ചേ ഉള്ളൂ. പിന്നെ അപ്പൊ മതസംഘടനകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂല? മുസ്ലിങ്ങളെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂല. പിന്നെ ആർക്കാ പറ്റുക? അപ്പൊ സ്വാഭാവികമായിട്ടൊരു ജനാധിപത്യ സമൂഹത്തിൽ ഒരു വിഭാഗത്തെ, ഒരു സമൂഹത്തെ പലതരത്തിൽ റെപ്രസെന്റ് ചെയ്യേണ്ടി വരും. അപ്പൊ പിന്നെ ആരെ റെപ്രസെന്റ്? അത് ഞങ്ങൾ കുറച്ച് ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഗമന മൂല്യങ്ങളൊക്കെ ഉൾക്കൊള്ളുന്ന എന്ന് പറയുന്ന ഈ ലിബറൽ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഞങ്ങളുണ്ട് എന്നതാണ് ഇവർ പറയുന്നത്. ഇപ്പോൾ ഒന്നൊരുക്കല്ലോ, ഇപ്പം ഇത്തരം വിഷയങ്ങൾ വരുമ്പം ഏതെങ്കിലും ഒരു സംഘടനയോടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോസിനോടോ ഉള്ളൊരു പ്രശ്നമല്ല ഇത്. ഇപ്പം മുജാഹിദുകളിലെ പെട്ട ഏതെങ്കിലും ഒരു വിഭാഗം ഒരു കോസ് ഉയർത്തുമ്പോൾ അവർ പറയും, നിങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ, ആയിക്കോട്ടെ. എന്നാൽ പിന്നെ സമസ്ത ഏതെങ്കിലും ഒരു കോസ് ഉയർത്തുമ്പോൾ ശരി, അതൊരു മുസ്ലിം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് ഇവർ ഏറ്റെടുക്കും. ഇല്ല, അതിന്റെ ഉദാഹരണമാണ് ഇപ്പം കണ്ടത്. ഇനിയിപ്പോ മതസംഘടനകൾ രാഷ്ട്രീയത്തിൽ അഭിപ്രായം പറയാൻ പാടില്ല, അങ്ങനെയാണല്ലോ. തിരിച്ചു പറയട്ടോ, രാഷ്ട്രീയത്തിൽ മതത്തിൽ പറയാം, പക്ഷെ തിരിച്ചു പറയാൻ പാടില്ല. ആയിക്കോട്ടെ, മതസംഘടനകൾ ഒക്കെ മാറ്റിവെക്കാം. മുസ്ലിം ലീഗ് ഒരു കാര്യം പറഞ്ഞാലോ, മുസ്ലിം ലീഗ് കേവലം ഒരു രാഷ്ട്രീയ പാർട്ടി, സാമുദായിക പാർട്ടി പോലും പറ്റില്ല. കാരണം മുസ്ലിം ലീഗും എന്ത് ചെയ്യുന്നില്ല, ഒരു ഈ മുസ്ലിങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. അപ്പോൾ ഇവർ പറയുന്നത് വെച്ചാൽ ആരും റെപ്രസെന്റ് ചെയ്യാൻ പാടില്ല. മുസ്ലിങ്ങൾ എന്ത് ചെയ്യണം? ഇവര് പറയുന്ന കുറച്ച് ഔദാര്യങ്ങൾ മാത്രം ചോദിച്ചു വാങ്ങിക്കൊണ്ട് അവരുടെ അടുത്ത് കിട്ടുന്ന വല്ല ഔദാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നേടിക്കൊണ്ട് ഇങ്ങനെ വിനീത വിധേയെ കൊണ്ട് നിൽക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ വന്നിട്ട് റെപ്രസെന്റ് ഞങ്ങൾ കുറച്ച് ആൾക്കാർ തരുന്ന കുറച്ച് ആനുകൂല്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇവരുടെ പ്രശ്നം ഏതെങ്കിലും ഒരു സംഘടനയോ അല്ലെങ്കിൽ ആ സംഘടനകളുടെ അംഗങ്ങളുടെ എണ്ണമോ അല്ലെങ്കിൽ അത് എത്ര ശതമാനമുണ്ട് എന്നുള്ളതൊന്നുമല്ല.
മറിച്ച് അതിൽ ഇതേ ലേഖനത്തിന്റെ തുടക്കത്തിൽ തന്നെ അത് കൊടുത്ത ആ ഒരു സെന്റൻസിൽ അതുണ്ട്, മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ മതസംഘടനകളുടെ അറുവശലൻ അഭിപ്രായങ്ങളുമായി യോജിക്കുന്നവരല്ല. വിദ്യാഭ്യാസം നേടിയ, ലോകബോധമുള്ള, പ്രായോഗിക ചിന്തയുള്ള പുതിയ തലമുറ, വിശിഷ്യ പെൺകുട്ടികൾ എങ്ങനെ ജീവിക്കുന്നു എന്നറിയണമെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് ഇവർ, അത് വെച്ചാൽ ഇവർ ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിൽ മൂപ്പര് കുറച്ച് എന്തെങ്കിലും റീലൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അത് ശരിയാണ്, പല മതസംഘടനകളും പറയുന്ന ആശയങ്ങളോട് യോജിക്കുന്നുണ്ടാവും. രണ്ടാമത്തത് ഇദ്ദേഹം ഇത് പറയാൻ ശ്രമിക്കുന്ന വെച്ചാൽ അതാണ് യഥാർത്ഥ മുസ്ലിം. ഈ ഇൻസ്റ്റാഗ്രാമിൽ ആഘോഷിക്കുന്ന എന്നിവർ ഇദ്ദേഹം പറയുന്ന അത് യഥാർത്ഥ മുസ്ലിമുകളെ കാരണം മറ്റൊന്നല്ല, ഞാൻ തന്നൊരു ലിസ്റ്റിലെ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. അതായത് പാടിയും അഭിനയിച്ചും റീലെടുത്തും പഠിച്ചും ബിസിനസ് നടത്തിയും ഉയരങ്ങൾ താണ്ടിയും തകർക്കുകയാണ് അവർ. അപ്പൊ അതാണ് അത് മൂപ്പര് കാണുന്ന കുറച്ച് പുരോഗമന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഫുൾഫിൽ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരാണ് ശരിക്കും മുസ്ലിം. അപ്പോൾ ഇതില് 2-3 കാര്യങ്ങളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി അവിടെ ക്രിയേറ്റ് ചെയ്യാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇദ്ദേഹം ഇൻസ്റ്റാഗ്രാമിൽ ഏത് ഇൻസ്റ്റാഗ്രാമിലാണ് പോയതെന്ന് എനിക്കറിയില്ല. തീർച്ചയായും ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഇതിൽ ഇദ്ദേഹം കുറെ കാര്യങ്ങൾ ഒരുമിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത്. വിദ്യാഭ്യാസം നേടുക, ഉയരങ്ങൾ പോവുക, ബിസിനസ് നടത്തുക, പ്രായോഗിക ചിന്ത, ലോകബോധം, ഇതൊക്കെ ആർക്കാ എതിർപ്പുള്ളതില്? അല്ല, ഇതൊക്കെ ഇവര് സംഭവമാണെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരു നെറേറ്റീവാണ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. വെച്ചാൽ വിദ്യാഭ്യാസം നേടുക, ഉയരങ്ങളിലെത്തുക, ബിസിനസ് നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ ഞങ്ങളുടെ അതായത് സംഘടനകളും മറ്റൊക്കെ പറയണതാണ്, നിങ്ങൾ വിദ്യാഭ്യാസം നേടരുത്, നിങ്ങൾ പ്രായോഗിക ചിന്ത, എസ്പെഷ്യലി പ്രായോഗിക ചിന്ത ഉണ്ടാവരുത്, ലോകബോധം ഉണ്ടാവാൻ പാടില്ല, ബിസിനസ് ചെയ്യാൻ പാടില്ല, കരിയറിൽ അച്ചീവ്മെന്റ് ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ പറയുന്ന മറ്റേ ഗുഡ് മുസ്ലിം മാനദണ്ഡത്തിലുള്ള അല്ലെങ്കിൽ ആ ടീമിലുള്ള ആളുകളാണ്. ഇതൊക്കെ ഇങ്ങനൊന്നും ഇല്ലാതെ അങ്ങനെ ഇരിക്കുന്ന കുറെ ആളുകൾ ബാഡ് മുസ്ലിം. അപ്പൊ മാത്രമല്ല, പിന്നെ ഇദ്ദേഹം ചെയ്യുന്നത് വെച്ചാൽ ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫുള്ള് പുതിയ തലമുറ മൊത്തത്തിൽ എന്ത് ചെയ്യാണ്, മതസംഘടനകൾ. ഇയാൾ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം എന്താ വെച്ചാൽ നമ്മളൊക്കെ പലപ്പോഴും നോട്ട് ചെയ്തിട്ടില്ല. ഞാൻ ഒരേ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും പിന്നെ വീക്ഷണങ്ങൾ പങ്കുവെക്കാൻ ശ്രമിക്കുന്ന ആളാണ്. അപ്പോൾ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഫേസ്ബുക്കിൽ കുറച്ചുകൂടി എതിർപ്പുകളും ഇങ്ങനെയുള്ള കുറച്ച് എന്താ പറയാ, എന്താ കാലം മാറിയത് അറിഞ്ഞില്ല എന്നൊക്കെ ചോദിച്ചിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. പക്ഷെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കണ്ടത് കുറച്ചുകൂടി ഒരു അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള മുസ്ലിം പ്രൊഫൈലുകൾ, പ്രത്യേകിച്ചും പുതിയ തലമുറയിലുള്ളവർ കൂടിയൊരു സ്ഥലമായിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്നാൽ അതേ സമയത്ത് മറ്റേ ഭാഗമുണ്ട് തീർച്ചയായും. ചില സ്റ്റഡീസ് അത്തരത്തിൽ നമുക്ക് കാണാനും കഴിയും കേട്ടോ. റിലീജിയസ് ആയിട്ടുള്ള ആളുകൾ ഈ പുതിയ തലമുറയിൽ എസ്പെഷ്യലി ജൻസിയിൽ കൂടുന്നു എന്നുള്ളത് അതൊന്നുമല്ല, ഇത് ട്രാൻസ്ജെൻഡേർഡ് ആയിരുന്നു. ഈ ഒരു 90s ഒക്കെ അവിടെയൊക്കെ കുട്ടിത്തമുള്ള ആളുകളെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിന് മധ്യസമയത്താണ് സോഷ്യൽ മീഡിയ മറ്റും വന്നത്. അപ്പൊ അതൊരു ട്രെൻഡായി ഈ ഒരു സോഷ്യൽ മീഡിയ ലോകത്തേക്കുള്ള ട്രാൻസ്ജെൻഡറിൽ ഒരുപാട് ആൾക്കാർ വസവസലായിട്ട് പല രീതിയിലും അവരുടെ ചിന്തകളൊക്കെ പോയി ഒരുപാട് ഫേസ്ബുക്ക് വസന്തങ്ങൾ കുറെ നമുക്ക് അത്തരത്തിൽ കാണാൻ കഴിയും. പക്ഷെ നേരെ മറിച്ച് നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് വരുന്ന സമയത്ത് സോഷ്യൽ മീഡിയ മൈഗ്രൻസ് അല്ല അവര്, അപ്പൊ ഇൻബോൺ സോഷ്യൽ മീഡിയ യൂസേഴ്സ് ആണ്. അപ്പൊ അവരെ സംബന്ധിച്ച് ഓല നോർമൽ വേൾഡ് ആണിത്. അപ്പൊ അവർ കുറച്ചും കൂടി അൺബയാസ്ഡ് ആയിട്ട് നോക്കുന്ന സമയത്ത് എന്താ പറയാ, അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല വിശ്വാസത്തോടുകൂടി സോഷ്യൽ മീഡിയയിൽ ഏറ്റവും നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുന്ന വിശ്വാസികളായിട്ട് അവർ മാറാൻ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നിങ്ങൾ ഈ പുതിയ തലമുറയെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ പറഞ്ഞ ഈ സംഘടനകൾ ഉണ്ടല്ലോ, ഈ സംഘടനകളുടെ വിദ്യാർത്ഥി ഘടകങ്ങളുടെ പ്രോഗ്രാംസ് എടുത്തോക്കി ജില്ലാ പ്രോഗ്രാംസിന് പോലും അല്ലെങ്കിൽ അതിന്റെ താഴേക്കുള്ള ശാഖകളും മറ്റുള്ള പരിപാടികൾക്ക് പോലും വരുന്ന കുട്ടികളെ എണ്ണ എടുത്ത് നോക്കി. നിങ്ങൾ ഈ പറയപ്പെടുന്ന ആളുകളുടെ നാടുകളിൽ പോലും ഈ പറഞ്ഞ മുജാഹിദ് ആണെങ്കിലും ജമാഅത്ത് ആണെങ്കിലും സമസ്തയാണെങ്കിലും ഓരോ സംഘടനകളുടെയും ഓരോ വിദ്യാർത്ഥി ഘടകങ്ങളും സംഘടിപ്പിക്കുന്ന പരിപാടികളുടെ പുതിയ തലമുറയുടെ പ്രാതിനിധ്യം എടുത്ത് നോക്കി. ഇതൊന്നും നിങ്ങൾ പറയുന്ന പോലെ പുതിയ തലമുറ അല്ലേ. നിങ്ങൾ മറ്റേ ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം ക്രൈറ്റീരിയ ഉള്ള പോലെ തന്നെ ഈ പുതിയ തലമുറയെ കൊണ്ടുപോയിട്ട് നിങ്ങൾ പഴയ തലമുറയാക്കി മാറ്റുന്നുണ്ടോ? പ്രായത്തിലൊന്നുമില്ല, ഞങ്ങൾ പറയുന്ന കുറച്ച് മാനദണ്ഡം പാലിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ പുതിയ തലമുറയാവുന്നുള്ളൂ എന്നും പറയുന്നുണ്ടോ, അറിയില്ല. മാത്രമല്ല ഇതിലിപ്പം ഇൻസ്റ്റാഗ്രാമിലൊക്കെ എനിക്ക് പലപ്പോഴും തോന്നുന്നു, ഈ ഫേസ്ബുക്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഇത് പറയും. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ അത് വളരെ കുറവാണ്. ഇല്ല എന്നല്ല കേട്ടോ, ഇൻസ്റ്റാഗ്രാമിലും വേറൊരു പാരലൽ വേൾഡ് ഉണ്ട്. പലതരത്തിലുള്ള ഈ എൻജോയ്മെന്റ് കൾച്ചറും ലിബറൽ കൾച്ചറൊക്കെ ആയിട്ട് പോകുന്നവരുണ്ട്. ഈവൻ അവിടെ പോലും ഇപ്പം മലയാളികളായിട്ടുള്ള ഇപ്പം ഈ ഇടക്ക് ഭയങ്കര ചർച്ചയായിട്ടുള്ള ഒരു കാര്യമായിരുന്നു, ഇൻസ്റ്റാഗ്രാമിൽ ഈ ഭയങ്കര ലിബറൽ ആയിട്ടുള്ള ഫെമിനിസ്റ്റിക് വ്യൂസ് ഒക്കെ വലിയ രൂപത്തിൽ പ്രൊപ്പഗേറ്റ് ചെയ്ത് ഈവൻ ഒരു മോഡൽ ടൈപ്പിലൊക്കെ പിന്നെ ഫോട്ടോസ് ഇട്ടിരുന്ന അനേകം പ്രൊഫൈലുകൾ
പെട്ടെന്ന് ട്രാൻസിഷൻ സംഭവിച്ചത്. അതായത് അവർ പെട്ടെന്ന് ഹിജാബികളാകുന്നു, പ്രൗഡ് ഹിജാബികളാകുന്നു, എന്നിട്ട് അവരുടെ പഴയ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യുന്നു. ഇങ്ങനെയുള്ള സംഭവങ്ങൾ പോലും എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോൾ ലോകതലത്തിൽ ആഗോളതലത്തിൽ വലിയ രൂപത്തിൽ അത് സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ കേരളത്തിൽ പോലും അത് ഈ ഇടക്ക് വലിയ ചർച്ചയായ സംഭവമാണ്. അപ്പൊ അങ്ങനെയുള്ള മാറ്റങ്ങൾ പോലും സംഭവിക്കുന്ന ഒരു സ്ഥലത്തെയാണ് ഇയാൾ ഭയങ്കര ഒറ്റ വൺ ഡയറക്ഷനിൽ മാത്രം പോകുന്ന ഒരു കാര്യമായിട്ട് എടുക്കുന്നത്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ കുട്ടികൾ മൊത്തത്തിൽ എന്താണ് മതത്തെയൊക്കെ ഉപേക്ഷിച്ചിരിക്കുകയാണെന്ന് പറയാം. അതിൽ വേറെന്താ വെച്ചാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ഓരോരുത്തർക്കും ഓരോ ചാമ്പർ കൊടുക്കുന്ന പ്രശ്നം അതിലുണ്ട്. നമ്മൾ നോക്കുമ്പോഴുള്ള പ്രശ്നമുണ്ട്, എല്ലാത്തിലും പ്രശ്നമുണ്ട്. കുറച്ചും കൂടി ഒന്ന് അൺബയാസ്ഡ് ആയിട്ട് നോക്കാൻ, ഫോക്കസ്ഡ് ആയിട്ട് നോക്കാൻ ശ്രമിച്ചാൽ മാത്രമേ നമുക്കത് മനസ്സിലാവുള്ളൂ. അല്ലാതെ നോർമലി നമ്മൾ സ്ക്രോൾ ചെയ്യുന്ന റീലിൽ നിന്ന് മാത്രം ഇതിനെപ്പറ്റി ഒരു അണ്ടർസ്റ്റാൻഡ് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ നമ്മൾ തെറ്റും. കാരണം എനിക്ക് എന്താണോ ഇഷ്ടം എന്നുള്ള ഇൻസ്റ്റാഗ്രാമിന് വളരെ പെട്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ എനിക്കിഷ്ടമുള്ള കണ്ടന്റുകളും എനിക്കിഷ്ടമുള്ള കമന്റുകളാണ് കൂടുതൽ സജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനൊരു റീല് കണ്ടു, ആ റീലിൽ ഒരുപാട് കുട്ടികൾ മാത്രമേ സംസാരിക്കുന്നുണ്ട്, സോ എല്ലാവരും ഇങ്ങനെയാണ് എന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. നേരെ മറിച്ച് കുറച്ചും കൂടി അതിനൊക്കെ ഏറ്റവും നല്ലതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഒരു വല്ല സംഘടന പർപ്പസിനോ അല്ലെങ്കിൽ വല്ല പ്രോഗ്രാം പർപ്പസിനൊക്കെ കൊണ്ട് ഒരു അക്കൗണ്ട് ഉണ്ടാക്കുമ്പോൾ ആ അക്കൗണ്ട് തരുന്ന കുറെ കണ്ടന്റുകൾ ഉണ്ടാവും. അത് ഇൻസ്റ്റാഗ്രാം ഒരു ബയാസ് ഇല്ലാതിരുന്നതാണ്. അപ്പൊ അങ്ങനത്തെ അക്കൗണ്ടുകൾ തരുന്ന കണ്ടന്റുകൾ ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ജനറലി കുറച്ചും കൂടി അൺബയാസ്ഡ് ആയിട്ടുള്ള, എനിക്ക് തോന്നുന്നു മൂപ്പർ ഇങ്ങനെ ഇന്റൻഷനലി ചിലപ്പോൾ അങ്ങനെ പറഞ്ഞതായിരിക്കൂല, മൂപ്പരുടെ ഒരു ബബിളില് അങ്ങനെ വന്നതായിരിക്കാം. അതെ, ആ ഒരു അൽഗോരിതം അങ്ങനെ സജസ്റ്റ് ചെയ്തപ്പോ അത് തോന്നിയതായിരിക്കും. അറിയേണ്ട ഒറ്റ കാര്യം പറഞ്ഞുതരാം, അത് മാത്രമല്ല ലോകം എന്ന് പറയും. തീർച്ചയായും ഒരു വൺ ഡയറക്ഷനിലല്ല ഇതെല്ലാം പോകുന്നത്. ഒരേ സമയത്ത് ഇങ്ങനെയുള്ള ഒരു സെലിബ്രേഷൻ കൾച്ചറിലേക്കും ലിബറൽ കൾച്ചറിലേക്കും പോകുന്ന പുതിയ തലമുറ ഉണ്ട്. അതേപോലെ നേരെ തിരിച്ച് പിന്നെ കുറച്ചുകൂടി ഒരു മൂല്യാധിഷ്ഠിതമായി ജീവിക്കണം എന്നുള്ളതും അത് തന്നെ അൺഅപ്പോളജറ്റിക് ആയിട്ട് പറയണമെന്നുള്ളതും പഴയ തലമുറയേക്കാൾ, നിങ്ങൾ പലപ്പോഴും ഇവരുടെ സംസാരങ്ങളിലൊക്കെ എന്ന് വെച്ചാൽ പഴയ കുറച്ച് ആൾക്കാരുണ്ട്, പഴയ കുറച്ച് പണ്ഡിതന്മാരുണ്ട്, അവരിങ്ങനെ പുതിയ തലമുറയെ പിടിച്ചിങ്ങനെ വരുത്തുകയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതിന് നേരെ ഓപ്പോസിറ്റാണ് പലപ്പോഴും. പഴയ തലമുറയേക്കാൾ കുറച്ചുകൂടി പിന്നെ ദീനിനെ ഇങ്ങനെ സംസാരിക്കേണ്ടതുണ്ട്, അവിടെ പൊതുമധ്യത്തിൽ സംസാരിക്കുമ്പോൾ പോലും അൺഅപ്പോളജറ്റിക് ആയിട്ട് സംസാരിക്കണം എന്നതടക്കം പിന്നെ ഉള്ള വ്യൂസ് പോലും വരുന്നത് പുതിയ തലമുറയിൽ നിന്നാണെന്നുള്ളത്. മാത്രമല്ല ഇപ്പൊ നമ്മളൊക്കെ എസ്പെഷ്യലി ഇത്തരം വിഷയങ്ങൾ ഇടപെടുന്നതുകൊണ്ട് നമുക്ക് വരുന്ന മെസ്സേജുകളും നമ്മളെ കാണുന്ന ആളുകളും അതിന്റെ ഒരു പ്രപ്പോർഷൻ നോക്കുമ്പോൾ വളരെ വലുതാണ്. ഇപ്പൊ വേറൊന്നും വേണ്ട, ഇപ്പോൾ കുറച്ച് മുന്നേ വരെ നമ്മൾ വളരെയധികം എടുത്തിരുന്ന വിഷയമായിരുന്നല്ലോ ജെൻഡർ പൊളിറ്റിക്സ് ആണല്ലോ. ആ ജെൻഡർ പൊളിറ്റിക്സിന്റെ വിഷയത്തിൽ അൽഹംദുലില്ലാഹ് നമ്മളടക്കം ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഒരു സോഷ്യൽ മീഡിയ ഒരു ഇടപെടൽ വളരെ സജീവമായി. ഇപ്പുറത്ത് അതിനെ അടിച്ചേൽപ്പിക്കാൻ നോക്കിയ സമയത്ത്, അതിനെതിരെ നമ്മൾ നടത്തിയ സമയത്ത് അതിനൊരു പീരീഡ് കഴിഞ്ഞപ്പോൾ ഒരു 3-4 വർഷം അതിങ്ങനെ മുന്നോട്ട് പോയി. അതിനൊരു പീരീഡ് കഴിഞ്ഞ സമയത്ത് ഇനി കോളേജുകളിലേക്ക് ഇറങ്ങിയിട്ട് നിങ്ങൾ അതിനെപ്പറ്റിയുള്ള അഭിപ്രായം ചോദിച്ചു, എന്താണ് പുതുതലമുറ എന്ന് പറയുന്ന ആളുകളുടെ അഭിപ്രായം ചോദിച്ചു. വളരെ ശക്തമായി ജെൻഡർ പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളുടെ പ്രശ്നങ്ങൾ ലിസ്റ്റ് ചെയ്ത് പറഞ്ഞുതരാൻ കഴിയുന്ന 100 കണക്കിന് വിദ്യാർത്ഥികളെ എല്ലാ ക്യാമ്പസുകളും കാണാൻ പറ്റും. നമ്മളെ അവകാശവാദമല്ല, ഈവൻ ഏഷ്യാനെറ്റ് ഒക്കെ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയുമ്പോൾ ഇപ്പൊ നമ്മളെ കുറച്ച് പ്രവർത്തകരോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടനാ പ്രവർത്തകരോ, നിങ്ങൾ ഏഷ്യാനെറ്റ് പോലെയുള്ള മുഖ്യധാര മാധ്യമങ്ങൾ ഈ ക്യാമ്പസുകളിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കുക. അപ്പൊ ഇതൊരു ഞാൻ പറയുന്നത് ഒരു 10 കൊല്ലം മുമ്പ് ഇങ്ങനെ ഒന്നും ചിന്തിക്കാൻ തന്നെ പറ്റില്ല. കാരണം ഒരു ക്യാമ്പസിൽ ഇറങ്ങിയിട്ട് പിന്നെ ജെൻഡർ പൊളിറ്റിക്സിനെതിരായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞാൽ ഓനവിടെ വല്ല വിചിത്ര ജീവിയായിട്ട് മാറും. അത്രത്തോളം ഒരു ലിബറൽ കൾച്ചർ അടിച്ചേൽപ്പിക്കപ്പെട്ട് അത് പൊതുവൽക്കരിക്കപ്പെട്ട് നിൽക്കുകയായിരുന്നു. അവിടെയാണ് ഈ ഒരു പുതിയ തലമുറയുടെ ഒരു റെസിസ്റ്റൻസ് വരികയും വളരെ ഓപ്പൺ ആയിട്ട് എന്റെ വാദം ഇതാണ്, നിങ്ങൾ പറയുന്ന വാദത്തിന് യാതൊരു ബേസും ഇല്ല, അതിനെ ഞാൻ ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു. ഇതിന് ഇന്ന പ്രശ്നങ്ങളിൽ നിന്ന് എണ്ണി പറയുന്ന നിങ്ങൾ മതമൊന്നും എന്താ പറയാ ഇതിൽ പരിഗണിക്കാതെ നോക്കിയാൽ തന്നെ എല്ലാ മതത്തിലുള്ള കുട്ടികളെയും കാണാൻ കഴിയുന്നതാണ്. അതിൽ ഇത് മാത്രമല്ല, കരിയറിസ്റ്റിനെതിരെ പറയുന്ന, അതിനൊക്കെ ചില വീഡിയോസ് നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫെമിനിസ്റ്റിനെതിരെ പറയുന്ന, അഥവാ സോകോൾഡ് നോർമലുകൾ, ഇതാണ് നോർമൽ എന്ന് ഇത്തരം ആളുകൾ സ്റ്റാൻഡേർഡ്സ് ആയി ലിസ്റ്റ് ചെയ്ത് എഴുതി പഠിപ്പിച്ചിരുന്ന പല കാര്യങ്ങളും ആ നോർമാലിറ്റിന്ന് മാറി. ഈ വേൾഡ് എന്ന് പറയുമ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പ്രശ്നങ്ങൾ പറയുന്ന സമയത്തും ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ പറയാൻ ആളുണ്ടെങ്കിൽ അത് കേൾക്കാൻ, അല്ലെങ്കിൽ അതിന്റെ മെറിറ്റ് വിലയിരുത്താൻ സ്വാഭാവികമായിട്ടും ജനങ്ങൾക്കുള്ളൊരു സ്കോപ്പ് കൊടുക്കേണ്ടതാണ്. മറ്റേത് അധികാരമുള്ള ആള് അല്ലെങ്കിൽ അതിനുള്ള ഒരു ചാനൽ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത, ഒരു റൂട്ട് ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരാൾ, ആ ആളെന്താണോ പറയണത് അത് എല്ലാവരും കേൾക്കുക എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറി. ഇവിടെ ആരൊക്കെ പറയുന്നുണ്ടോ അത് എത്രത്തോളം വ്യക്തതയിലാണോ പറയണത്, ആ വ്യക്തതയിൽ അത് കേൾക്കാനും പറയുന്ന കാര്യങ്ങൾ ഓരോന്നും താരതമ്യം ചെയ്ത് വിലയിരുത്തി മനസ്സിലാക്കി വിവേചനാധികാരത്തോടുകൂടി സെലക്ട് ചെയ്യാനും പറ്റുന്ന ആളുകളാണ്. അങ്ങനത്തെ സിസ്റ്റമാണ് നിലവിലുള്ളത്. അതിന്റെ ഒരു മാറ്റം അവിടെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി കാണാൻ കഴിയുന്നതാണ്. അവിടെ ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങാതെ സോഷ്യൽ മീഡിയ ചാമ്പറിനുള്ളിൽ ഇരുന്നാൽ
അങ്ങനെ ആ ഒരു ആത്മരതിയിൽ ഇങ്ങനെ ഇരിക്കാം, എല്ലാവരും ഞാൻ പറയുന്ന പോലെ ജീവിക്കണമെന്ന് പറഞ്ഞിട്ട് ഇരിക്കാം. കാലം മാറി എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം എന്നുള്ളതാണ് തിരിച്ചങ്ങോട്ട് ഉപദേശിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ശരിയാണ്, ഒരു പണ്ടത്തെ കാലത്ത് ഈ ലിറ്ററേച്ചറുകളിലൂടെയും അല്ലെങ്കിൽ ഈ പറഞ്ഞ പുരോഗമന സാഹിത്യങ്ങളിലൂടെയൊക്കെ അത് മാത്രം വായിച്ചു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതാണ് പുരോഗമനം, ഇതങ്ങോട്ട് നടപ്പിലാക്കുക, അതിനപ്പുറത്തേക്കുള്ളതെല്ലാം പ്രാകൃതം എന്ന ഒരു ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു നാരോ തോട്ടിൽ ഇങ്ങനെ ആ ഒരു എക്കോ ചേംബറിൽ ഇങ്ങനെ അഭിരമിക്കുന്നതിന് പകരം ലോകമൊക്കെ മാറിപ്പോയി, ആളുകൾ അതിനപ്പുറത്തേക്കും ആ ഒരു ലിബറൽ എക്കോ ചേംബറിന്റെ പുറത്തേക്ക് ചിന്തിക്കാനും, അങ്ങനെ ഒരു പുതുവൽക്കരിക്കപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ചിന്തിച്ചാൽ എന്താന്ന് ചിന്തിക്കാനും, അങ്ങനെ നിലപാടുകൾ എടുക്കാനും പോലും പുതിയ തലമുറ പിന്നെ ധൈര്യം കാണിക്കുന്ന സമയത്ത് നിങ്ങൾ ഈ പഴയ ആ ഒരു ചിന്തയിൽ നിന്നൊക്കെ അവിടെ ആ ഒരു എക്കോ ചേംബറിൽ നിന്നൊക്കെ പുറത്തു വരണം എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. ഇതിൽ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഒരു എട്ടുകാലി മമ്മൂഞ്ഞി കളിച്ച് അല്ലെങ്കിൽ ഒരു ഉത്തരം താങ്ങുന്ന പല്ലിയെ പോലെ ഞങ്ങൾ അല്ലെങ്കിൽ ഈ ലിബറൽ ആശയങ്ങൾ, പുരോഗമന ആശയങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇവർ ലിസ്റ്റ് ചെയ്യുന്ന കുറച്ച് ഗുഡ് മുസ്ലിങ്ങളുടെ ക്രൈറ്റീരിയാസ് ഉണ്ടല്ലോ, അതാണ് എല്ലാ പിന്നെ ഒരു മാറ്റങ്ങളുടെയും കാരണം എന്ന് ഇവരങ്ങോട്ട് പ്രഖ്യാപിക്കുകയും ആ രൂപത്തിൽ പോവുകയാണ്. എന്നിട്ട് അതിന് ഇവർ കൊണ്ടുവരുന്ന രീതികളൊക്കെ വളരെ രസകരമാണ്. കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ വലിയ രൂപത്തിലുള്ള വിദ്യാഭ്യാസ രംഗത്തുള്ള പുരോഗതിയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ചരിത്രം വായിക്കുന്ന ഏതെങ്കിലും ഇപ്പോൾ എന്താ പറയുക ഏതെങ്കിലും ഒരു വ്യൂസ് എടുക്കണമെന്നില്ല, ഏത് വളരെ ന്യൂട്രലായിട്ട് എഴുതിയിട്ട് ചരിത്രം വായിക്കുന്ന ആളുകൾക്ക് പോലും കേരളീയ മുസ്ലിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ തന്നെ സാമൂഹ്യ രംഗത്തുള്ള പുരോഗതിയുടെ കാരണം വളരെ വിപുലമായി വായിക്കാൻ ലഭ്യമായൊരു കാലഘട്ടത്തിലാണ്. അപ്പോൾ അതിൽ ഈ മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ, അതുപോലെ തന്നെ മുജാഹിദ് സംഘടനകളുടെ അങ്ങനെ ഒരുപാട് പിന്നെ സംഘടനാ നേതാക്കന്മാരും പണ്ഡിതന്മാരും ഉമറാക്കളും ഒക്കെ വലിയ രൂപത്തിൽ പ്രയത്നിക്കുകയും അതിനുവേണ്ടി ഒരുപാട് അധ്വാനിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടേക്ക് ഈ ഇത്തരത്തിലുള്ള ഭൗതിക പുരോഗതി വന്നിട്ടുള്ളത്. ഭൗതിക പുരോഗതി എന്ന് പ്രത്യേകം പറയാൻ ഇവരെ പുരോഗതി എന്ന് വെച്ചാൽ എല്ലാം എന്താ പറയുക, പുരോഗമനം മീൻസ് എന്താണ്, ഭൗതിക പുരോഗതിന്റെ കൂടെയാണ് ഈ പറഞ്ഞ ലിബറൽ തോട്ട് എടുക്കലും എന്നാണ് ഇവർ മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ഭൗതികപരമായ പുരോഗമനം നേടുന്നതോടൊപ്പം തന്നെ വിശ്വാസങ്ങളിൽ അടിയുറച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു സൊസൈറ്റിക്ക് വേണ്ടി അത്രത്തോളം ഇവിടെയുള്ള പണ്ഡിതന്മാർ, വക്കം മൗലവിയെ പോലെയുള്ള, കെ മൗലവിയെ പോലെയുള്ള, അതുപോലെ തന്നെ CH പോലെയുള്ള മമ്പറനങ്ങളെ പോലെയുള്ള അങ്ങനെയുള്ള ഒരുപാട് പരിഷ്കർത്താക്കളായിട്ടുള്ള, അതുപോലെ തന്നെ ഒരുപാട് തരത്തിൽ ഈ സമൂഹത്തിന് വേണ്ടി പിന്നെ ജീവിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരൊക്കെ എങ്ങനെയാണ് ഒരു പുരോഗതി, ഒരു ഭൗതികമായ പുരോഗതി അല്ലെങ്കിൽ ഒരു പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞാൽ അവരുടെ പരിഷ്കാരം എന്ത് ബേസിലായിരുന്നു പരിഷ്കാരം എന്നുള്ളത്? ഇപ്പോൾ വളരെ ലളിതമായിട്ട് നിങ്ങൾ ഈ പറയുന്ന സാധനമല്ല എന്നത് മനസ്സിലാക്കാൻ നിങ്ങൾ പറയുന്ന വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ പരിശോധിച്ചാൽ മതി. ഇപ്പോൾ ലഭ്യമാണത്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആളുകൾ മാത്രം, CH ആണെങ്കിലും മമ്പറന്തങ്ങളാണെങ്കിലും കെ മൗലവി ആണെങ്കിലും KP ആണെങ്കിലും ഇവരുടെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. സാഹിബിന്റെ ഒക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ അവൈലബിൾ ആണ്. നിങ്ങൾ പറഞ്ഞ വിഷയങ്ങളിൽ അവരുടെ അഭിപ്രായങ്ങൾ എന്താണ്? നിങ്ങളോട് ശക്തമായി വിയോജിക്കുന്നവരാണ് അവര്. ഈ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇതാണ് ഇവർ പറഞ്ഞിരുന്നത് എന്നൊക്കെ പറഞ്ഞ് അവരുടെ മുന്നിലേക്ക് പോയാൽ നല്ല അടി കിട്ടും. കാരണം അവർ വളരെ എന്താണ് അവരുടെ ബേസ് എന്താണ്? ഇപ്പൊ പറഞ്ഞ ഇത്തരം ഒരു മുസ്ലിം സമുദായത്തിനോട് നവോത്ഥാനം നടത്തിയ ആളുകൾ എന്തുകൊണ്ട് ഒരു പുതിയൊരു മാറ്റം, വിദ്യാഭ്യാസ രംഗത്തുള്ള ഒരു മാറ്റം അല്ലെങ്കിൽ ആരാധനാ കർമ്മങ്ങളിലുള്ള ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് അവർ ചെയ്തത്? മോഡേൺ വേൾഡ് ഇങ്ങനെയൊക്കെ മാറിയിട്ടുണ്ട്, മോഡേൺ വേൾഡ് അതെ ശരി, അപ്പൊ നമുക്കൊന്ന് പുരോഗമിക്കാൻ വേണ്ടിയിട്ട് മതത്തിന്റെ കാര്യമൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഖുറാൻ പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് മാറ്റിവെക്കാം, ഹദീത്ത് പറഞ്ഞാൽ ഹദീത്തൊക്കെ അങ്ങനെ പഴയ കാലത്തുള്ളതാണ്, അല്ലെങ്കിൽ ഖുറാനൊക്കെ പഴയ കാലത്തിലാണ്, പുതിയ കാലത്ത് നമ്മൾ ഇങ്ങനെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടല്ലോ, അപ്പൊ അതിലേക്ക് ചേരാൻ വേണ്ടി ഇതൊക്കെ മാറ്റാം എന്നാണോ പറഞ്ഞത്? അങ്ങനെ പറയുന്നതിന്റെ ഒരു ധ്വനി കേൾക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾ എന്താ പറയണത്? നിങ്ങൾ കുറച്ച് ഇതേ കാര്യം ഞങ്ങളിപ്പോൾ ഇവിടെ പറഞ്ഞ കാര്യത്തിന്റെ കുറച്ചൊരു നല്ല ഭാഷയിൽ, അതിപ്പോ നമ്മൾ ലോകമൊക്കെ മാറിയിട്ടുണ്ട്, കുറച്ചൊക്കെ പുരോഗമിക്കണ്ടേ എന്ന ചോദ്യത്തെ എങ്ങനെ പറയും? പ്രായോഗിക ചിന്തയോടുകൂടി പുതിയ കാലത്തോട് താതാത്മ്യപ്പെടാൻ വേണ്ടി ശ്രമിക്കുക. ഇത് രണ്ടും ഒന്നാണ്. കാലം മാറി, കുറച്ച് പുരോഗമിക്കണ്ടേ, നിങ്ങൾ ഇതൊക്കെ നിർത്തിയും ഖുറാൻ ഇതൊക്കെ വിടിയും എന്ന് പറയുന്നതിന്റെ കുറച്ച് നല്ല ഭാഷാ രൂപങ്ങൾ മാത്രമാണ് നിങ്ങൾ പറയണത്. അത്തരം ഒരു പ്രയോഗത്തിന്റെ ഒരു ഭാഷാന്തരങ്ങളും അവിടെ കാണാൻ കഴിയില്ല. അവിടെ എന്താ പറയണത്? ഈ മുസ്ലിം സമുദായത്തിനിടയിലുള്ള ഈ കാര്യം ഇത് ഖുർആനികല്ല. ഖുർആന്റെ ഈ ആയത്ത് വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഖുർആന്റെ ഈ ആയത്തിന്റെ തഫ്സീറുകൾ വെച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ പ്രവാചകന്റെ വചനങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് മുസ്ലിം സമുദായം ചെയ്യേണ്ട കാര്യമല്ല. അതുകൊണ്ട് ഇത് നിർത്തുക, അതുകൊണ്ട് ഇത് ഒഴിവാക്കുക, അതുകൊണ്ട് ഇങ്ങനൊരു മാറ്റം കൊണ്ടുവരിക. അല്ലെങ്കിൽ മറ്റൊരു കാര്യം, പ്രവാചകന്റെ കാലത്തുള്ള പ്രവാചകന്റെ വചനം ഇങ്ങനെയാണ്, നമ്മുടെ കാലം ഇത്തരത്തിൽ മാറി, അപ്പോൾ ഈ കാലത്ത് ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. ആ ഹദീസ് വെച്ച്, സുന്നത്ത് വെച്ച്, ഖുർആൻ വെച്ച്, തഫ്സീറുകൾ വെച്ച്, പ്രമാണങ്ങൾ വെച്ച്, ആ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ടുള്ള ഈ സമുദായത്തിന്റെ പരിഷ്കരണം, ഇസ്ലാമിന്റെ പരിഷ്കരണമല്ല, ഈ സമുദായത്തിന്റെ ജനങ്ങളുടെ പരിഷ്കരണം. ജനങ്ങൾ അവർ കൾച്ചറലി അവരിലേക്ക് വന്ന
ഒരുപാട് അബദ്ധധാരണകൾ, അബദ്ധമായിട്ടുള്ള ആചാരങ്ങൾ, ശീലങ്ങൾ, കൊളോണിയൽ വ്യവസ്ഥയോടുള്ള പ്രതികാരണത്തിന്റെ ഭാഗമായിട്ടുള്ള ചില നിലപാടുകളും ഷാഢ്യങ്ങളും, അങ്ങനത്തെ ഒരുപാട് കാലം ജീവിച്ചു വന്നൊരു സമൂഹത്തിനുള്ള കുറെ വൈകല്യങ്ങളും ചാബല്യങ്ങളൊക്കെ ഉള്ള ഒരു സമൂഹത്തെ ആ ഒരു വൈകല്യങ്ങളൊക്കെ മാറി കുറേ പ്രശ്നങ്ങളായിരുന്നല്ലോ നമ്മൾ ചരിത്രത്തിൽ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ വന്നൊരു സമൂഹമാണ്. അപ്പൊ ഈ പ്രശ്നങ്ങളിൽ നിന്ന് മാറുന്ന റിലാക്സ്ഡ് ആയിട്ട് പണ്ഡിതന്മാരൊന്ന് പ്രമാണങ്ങൾ വെച്ച് നോക്കിയപ്പോൾ ഈ സമുദായത്തിന് കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പൊ ഉണ്ട്, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടുന്ന കുറച്ച് കാര്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കി ആ അനാലിസിസ് നടത്തിയിട്ട് ഈ പ്രമാണങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ പ്രമാണങ്ങൾ ഖുർആനും ഹദീസും വെച്ച് പ്രഭാഷണം നടത്തിയിട്ടാണ്, അല്ലെങ്കിൽ അത് വെച്ച് പുസ്തകം എഴുതിയിട്ടാണ്. അല്ലാതെ ഇത്തരത്തിൽ ഇപ്പൊ നമ്മൾ ഇത്തരത്തിലൊക്കെ പണ്ഡിതന്മാർ, പ്രഭാഷകർ പറയുന്നുണ്ട്, എഴുത്തുകാർ പറയുന്നുണ്ട്, കവികൾ പറയുന്നുണ്ട്, അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ മാറണം എന്ന് പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ മുസ്ലിം ബാഡ് മുസ്ലിം ബൈനറി ക്രിയേറ്റ് ചെയ്തിട്ടല്ല. അപ്പം ഇതില് വളരെ സിമ്പിളാണ്. ഈ മുസ്ലിങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള ഇപ്പം ഈ കാരശ്ശേരി മാഷൊക്കെ കുറെ ടീവിന്റെ കഥ പറയും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഭാഷന്റെ കഥ പറയും. അപ്പം ഈ കഥകൾ ഒക്കെ പറഞ്ഞോട്ടെ, പക്ഷെ ആ പിന്നെ കഥകളിൽ നിന്നും മാറിയത് എപ്പോഴാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള മുസ്ലിം പിന്നോക്കാവസ്ഥയിൽ നിന്നും മുസ്ലിങ്ങൾ മാറിയത് എപ്പോഴാണ്? അത് ഈ നിങ്ങൾ പറയുന്ന മാനദണ്ഡം വെച്ചിട്ടല്ല. മുസ്ലിങ്ങൾക്ക് നവോത്ഥാനം ഉണ്ടായിട്ടുണ്ട്, മുസ്ലിം സമൂഹം ഭൗതികമായി പുരോഗമിച്ചിട്ടുണ്ട്. ആ പുരോഗമനം അല്ലെങ്കിൽ ആ നവോത്ഥാനം, അതിന്റെ ബേസ് എന്താണ്, അതിന്റെ ക്രൈറ്റീരിയ ആ പണ്ഡിതന്മാരൊക്കെ അല്ലെങ്കിൽ ആ നേതാക്കന്മാരൊക്കെ ഖുർആനും ഹദീസും ഉദ്ധരിച്ചുകൊണ്ട് ഇതാ ഇസ്ലാം ഇങ്ങനെയാണ്, നമ്മളുടെ സമൂഹം എന്ത് ചെയ്തിട്ടുണ്ട്, കുറെ ഇസ്ലാമിൽ നിന്നും വഴിതെറ്റി പോയിട്ടുണ്ട്, ഇസ്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്തത്, അവരെ തിരിച്ചു വിളിച്ചിട്ടുള്ളത്. പക്ഷെ ഇവർ പറയുന്നത് എന്താ, ഇസ്ലാമിനെ അവിടെ വെക്കുക, ഞങ്ങൾ എന്ത് ചെയ്യും, ഈ കാലത്തിന്റെ മൂല്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലിറ്ററേച്ചറൊക്കെ വായിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കുറച്ച് പുരോഗമനം മനസ്സിലാക്കിയിട്ടുണ്ട്, കുറച്ച് ലിബറൽ ചിന്തകൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അതിലേക്ക് നിങ്ങൾ വരൂ, ഇസ്ലാമിനെ അവിടെ വെച്ച് ഖുർആനിനെയും ശരീഅത്തിനെയും അവിടെ വെച്ച് നിങ്ങൾ ഞങ്ങളുടെ പിന്നാലെ വരൂ, ഞങ്ങളുടെ ആശയത്തിന്റെ പിന്നാലെ വരൂ എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്നാൽ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിച്ച പിന്നെ നേതാക്കന്മാരും പണ്ഡിതന്മാരും അതിന്റെ പിന്നെ മുന്നിൽ നടന്നവരൊക്കെ അവർ ഇസ്ലാം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, വിളിച്ചിട്ടുള്ളത്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അപ്പൊ അവർ ആ നിലക്ക് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവരെങ്ങാനും ആ സമയത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ ഈ പറഞ്ഞ പരിഷ്കർത്താക്കളായിട്ടുള്ള അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിന്റെ നേതാക്കന്മാരൊക്കെ ബാഡ് മുസ്ലിംസ് ആവുമായിരുന്നു. കാരണം അവരൊക്കെ ഖുർആൻ അനുസരിച്ച് ജീവിക്കണം, ശരീഅത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ് അവരൊക്കെ. ശരീഅത്ത് സമരത്തിലടക്കം ശരീഅത്തിന് വേണ്ടി പോരാടിയ ആളുകളാണ് ഈ പറഞ്ഞ മുസ്ലിം സമൂഹത്തെ മുന്നോട്ട് നയിച്ച സാമുദായിക നേതാക്കന്മാരും മതസംഘടനാ നേതാക്കന്മാരും. അവരൊക്കെ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ കണക്കൊക്കെ ഉണ്ടല്ലോ, പെർസെന്റേജ് ഒക്കെ വെച്ചിട്ട്, ആ പെർസെന്റേജിലൊക്കെ ഉള്ളിൽ വരുന്ന മുസ്ലിം സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളാണ്. അപ്പൊ ഇവര് അന്നുണ്ടായിരുന്നെങ്കിൽ അന്ന് ഇവര് ഈ പറഞ്ഞ രൂപത്തിൽ ഇപ്പൊ ഇവർ മുന്നോട്ട് വെക്കുന്ന ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റ് വെച്ചിട്ട് ക്രോസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നിടത്തോളം ക്രോസ് ചെക്ക് ചെയ്താൽ നിങ്ങൾ അവരെ ബാഡ് മുസ്ലിം ക്രൈറ്റീരിയയിൽ ഉൾപ്പെടുത്തും, അല്ലെങ്കിൽ ബാഡ് മുസ്ലിം ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തുള്ളൂ. കാരണം നിങ്ങൾ പറയുന്ന ഈ മാനദണ്ഡങ്ങളൊന്നും അവർ പാലിക്കുന്നില്ല. അവർ ചെയ്യുന്ന നന്മകൾ എന്ന് പറഞ്ഞാൽ ആ നന്മകൾ അല്ലെങ്കിൽ അവരുണ്ടാക്കിയ മാറ്റങ്ങൾ അത് അതുപോലെ അംഗീകരിക്കുന്നവരാണ് നിങ്ങൾ ബാഡ് മുസ്ലിം കൂട്ടത്തിലേക്ക് കൊണ്ടുപോയിട്ട ഈ സംഘടനാ നേതൃത്വങ്ങളും അതിന്റെ അനുയായികളടക്കമുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ പറയുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ, ആ ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ പറയുന്ന ആളുകളൊക്കെ ഇവർ കൊണ്ടുവന്ന ഈ മാറ്റങ്ങൾ ഏറ്റവും നല്ലതാണെന്നും അത് ഇസ്ലാമികമാണെന്നും പ്രാമാണികമാണെന്നും അതാണ് ശരിയെന്നും വിശ്വസിക്കുന്ന ആളുകളാണ്. എന്നിട്ട് ഇതാണ് യാഥാർത്ഥ്യം എന്നിരിക്കുക. ഇത് എല്ലായിടത്തും വായിക്കാൻ കിട്ടുന്ന ചരിത്രമാണ്. അപ്പം പല സംഘടനാ നെറേറ്റീവുകൾ അതിനുണ്ടാവാം, പക്ഷെ എന്നാൽ പോലും എല്ലായിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് പണ്ഡിതന്മാർ അല്ലെങ്കിൽ മുസ്ലിം സാമുദായിക നേതാക്കന്മാർ ഇസ്ലാം പറഞ്ഞുകൊണ്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ പരിഷ്കരണം കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇവരിതിനെ എങ്ങനെയാണ് കൊണ്ടുവരുന്നത് നോക്കാം. എങ്ങനെയാണ് ഈ കേരളീയ മുസ്ലിങ്ങളുടെ ഈ ഒരു റെസിസ്റ്റൻസിനെയൊക്കെ എങ്ങനെയാണ് ഇവർ കൊണ്ടുവരുന്നത്, ഇവരോട് കൂടെ നിൽക്കണം എന്നുള്ളതിന് ഇവർ പറയുന്ന ന്യായങ്ങൾ എന്താണെന്നുള്ളതും കൂടി നമുക്ക് നോക്കാം. നമ്മൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടേത്. ലോകത്ത് തന്നെ ഇലക്ഷൻ വഴി ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വന്ന സ്ഥലമാണ് കേരളം. ഇപ്പം റഷ്യയിലായിക്കോട്ടെ, അല്ലെങ്കിൽ പോളണ്ടിലായിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചൈനയിലായിക്കോട്ടെ, അവിടെയൊന്നും ആക്ഷനിൽ കൂടി ജനകീയ വിപ്ലവത്തിൽ കൂടി അധികാരത്തിൽ വരികയാണ് ചെയ്തത്. എന്നിട്ടാണ് അധികാരം നിലനിൽക്കുന്നത്. കേരളത്തിൽ ബാലറ്റ് പേപ്പറിൽ കൂടി നമ്മൾ അധികാരത്തിൽ വരികയാണ്. അങ്ങനെ ഒരു പശ്ചാത്തലമുള്ള ഒരു സമൂഹമാണ് കേരളം. അപ്പം അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ ഒന്ന് നവോത്ഥാന പ്രസ്ഥാനങ്ങൾ, തുല്യത എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇപ്പം ഈ നമ്മുടെ ഫ്രഞ്ച് വിപ്ലവത്തിന് ശേഷമാണ് തുല്യത, സമത്വം എന്നുള്ള വാക്കെല്ലാം ആധുനിക മനുഷ്യൻ പഠിക്കുന്നത്. അതിനു മുമ്പ് അടിമത്വം ഉണ്ടായിരുന്നു, മനുഷ്യനെ അടിമയായി കണക്കാക്കുമായിരുന്നു, ആണും പെണ്ണും തമ്മിൽ ഐക്യം ഉണ്ടായി, ഒരു ഡിഗ്നിറ്റി ആയിരുന്നില്ല സമൂഹം നൽകിയിരുന്നത്. അപ്പം ഈ സംഗതി നവോത്ഥാനം, ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി തുടങ്ങിയ മനുഷ്യരുണ്ടാക്കിയ വിപ്ലവം, ആ വിപ്ലവത്തിന്റെ ബാക്കി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും സോഷ്യലിസ്റ്റ് ചിന്തകളും 1917 റഷ്യൻ വിപ്ലവം ഒക്കെ കേരളത്തിനെ സ്വാധീനിച്ചിട്ട് അങ്ങനെയാണ് 57
917 റഷ്യയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുന്നു, 57 കേരളത്തിൽ അധികാരത്തിൽ വരുന്നു. ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് കേരള സമൂഹത്തെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട്, അപ്പം 57 അധികാരത്തിൽ വന്ന പാർട്ടി ആണ് പിന്നെ കേരളത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതാണ്. അപ്പൊ ഈ മൊത്തം നമ്മളിപ്പോ ഇങ്ങനെ നിൽക്കാൻ കാരണം മനസ്സിലായല്ലോ. 57 അധികാരത്തിൽ വന്ന പാർട്ടി. അപ്പൊ ആ പാർട്ടിയും അല്ലെങ്കിൽ ആ സോഷ്യലിസ്റ്റ് ചിന്തയും പിന്നെ ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്ന് എനിക്ക് വേറെ കാര്യം മനസ്സിലാക്കുന്നതോ, ഇതിലേക്ക് വരുന്ന മുമ്പ് ഈ ഫ്രഞ്ച് റവല്യൂഷൻ കമ്മ്യൂണിസ്റ്റ് എങ്ങനെ ചേർന്ന് പോവുക, ഫ്രഞ്ച് റവല്യൂഷന്റെ വാല്യൂസ് എങ്ങനെ കമ്മ്യൂണിസ്റ്റ് അംഗീകരിക്കുക? ഒന്ന് അടിസ്ഥാനപരമായിട്ടുള്ള വിദ്യാഭ്യാസം എന്നാണ് സാധനം കേട്ടോ, സംഘടനാപരമായിട്ടുള്ള വിദ്യാഭ്യാസം. നമ്മൾ പറയുന്നതിൽ തന്നെ പ്രശ്നം, ഇടത് ലിബറൽ അല്ലെങ്കിൽ ലിബറൽ കമ്മ്യൂണിസ്റ്റ് എന്ന് പറയില്ലേ, ലിബറലും കമ്മ്യൂണിസ്റ്റും ഒന്നിച്ച് പോകൂല. ഇത് ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കെതിരെ പോലും സംസാരിച്ചിരുന്നവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകൾ എന്നുള്ളത് അവർക്ക് അധികാരത്തിൽ ഉള്ള സമയത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പോ സഖാവ് ചെ എന്നൊക്കെ പറയുന്ന അദ്ദേഹത്തൊക്കെ സംബന്ധിച്ച് സ്വവർഗരതിക്കെതിരായിരുന്നു. ഇപ്പൊ പറഞ്ഞ ജെൻഡർ പൊളിറ്റിക്സിന്റെ എല്ലാ വേരിയേഷനും എതിരായിരുന്നു. പിന്നെ സ്ത്രീകളെ എന്താ പറയാ ഒരു ഉൽപ്പന്നവൽക്കരിക്കുന്ന, ചരക്കുവൽക്കരിക്കുന്നതിനെതിരായിരുന്നു. അവർ ഫാഷനുമായി ബന്ധപ്പെട്ട സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിക്കുന്നതിനെല്ലാം എതിരായിരുന്നു. അത് ചൈനീസ് ആണോ റഷ്യ ആണോ നോർമല്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ത്രീകളോടുള്ള പ്രത്യേക നിർദ്ദേശങ്ങൾ നമുക്ക് വളരെ ഇപ്പോഴും കാണാൻ കഴിയുന്ന കാര്യമാണ്. സ്ത്രീകളെ ക്യാപിറ്റലിസ്റ്റുകളിൽ മുതലാളിമാർ ഉപയോഗിക്കുകയാണ്, അവർക്ക് വേണ്ടി ചരക്കുവൽക്കരിക്കപ്പെടുകയാണ്, നിങ്ങൾ ഒരിക്കലും ആ കെണിയിൽ വരരുത് എന്ന് പറയുന്ന, ഇനി ഇതൊന്നും അല്ല നമുക്കൊരിക്കലും യോജിക്കാൻ പറ്റാത്ത, നമ്മൾ ലിബറൽ വാല്യൂസിനോട് ചില സ്ഥലങ്ങളിലൊക്കെ ഒരു യോജിച്ചു പോകുന്ന മേഖലകൾ ഉണ്ടാവല്ലോ, അത്തരം മേഖലകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമുക്കും ലിബറലുകൾക്കും നേരെ അപ്പുറത്തുള്ള പൊസിഷനിലാണ്. അപ്പോൾ ഒന്ന് ഞങ്ങളും ഫ്രഞ്ച് റവല്യൂഷൻ എന്ന് പറയാൻ പറ്റൂല. അത് രണ്ട് തരത്തിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന രണ്ട് തരത്തിലുള്ള മൂവ്മെന്റുകളാണ്. എന്താ വെച്ചാല് എല്ലാ ഈ സോക്കോൾഡ് നന്മകളും ഞങ്ങളുടേതാണ് എന്നുള്ളതാണ് വരുത്തിക്കുന്നത്. അത് ഫ്രഞ്ച് റവല്യൂഷൻ എവിടുന്നാണെങ്കിലും അതൊക്കെ ഞങ്ങളുടെ നന്മകളൊക്കെ ഞങ്ങള് എന്നിട്ട് എന്ത് ചെയ്യാണ്, അതൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അങ്ങനെ ഞങ്ങളുടെ ഒരു ശ്രമഫലമായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത് കേരളത്തിലെ മൊത്തം മാറ്റങ്ങൾ. തീർച്ചയായും ഞാൻ പറയുന്നില്ല, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ ഒരു സാമൂഹിക മാറ്റത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെതായ പങ്ക് വഹിച്ചിട്ടുണ്ട്, ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. എന്നാൽ അതേ സമയത്ത് കേരളത്തെ രൂപീകരിക്കുന്നത് മൊത്തം കമ്മ്യൂണിസമാണ്, അല്ലെങ്കിൽ കേരളത്തെ മുന്നോട്ട് നയിച്ചത് അവിടുന്ന് അങ്ങോട്ട് 57 അങ്ങോട്ട് പാർട്ടിയാണ് നയിക്കുന്നതാണ് പറയുന്നത്. അപ്പൊ ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ അവര് വിഷണറികളായിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അത് പങ്കുവഹിച്ചിട്ടുണ്ട്. പക്ഷെ കോൺഗ്രസ് മാത്രമാണെന്ന് പറയാൻ പറ്റില്ല, ലീഗ് അതിൽ പങ്കുവഹിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഇദ്ദേഹം പറയുന്ന നവോത്ഥാന നായകന്മാരായിട്ട് ഇദ്ദേഹത്തിന് 2-3 പേരുകൾ മാത്രമാണ് കിട്ടുന്നത്. മുസ്ലിം സമുദായത്തെ കുറിച്ച് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് ഇത് പറയുന്നത്. അറിയാതെ പോലും ഒരു മുസ്ലിം നേതാവിന്റെ ഒരു മുസ്ലിം പണ്ഡിതന്റെ പേര് വരുന്നില്ല എന്നുള്ളത് കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കും. മമ്പൂർ തങ്ങളെ അവിടെ ആലോചിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ അടുത്ത് ശിഹാബ് തങ്ങളെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല, കെ മൗലവിയെ കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല. അതൊക്കെ ആ നിലക്ക് ഒരു വളരെ ബയാസ്ഡ് ആയിട്ട് ചരിത്രം എന്ന് പറയുന്നത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നെറേറ്റീവിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ചില കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതുപോലെയാണെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തെ പറ്റി നോക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സ്വാധീനമൊക്കെ മുസ്ലിം സമുദായത്തിന്റെ ഒരു പുനരുദ്ധാരണത്തിലോ അല്ലെങ്കിൽ മുന്നോട്ട് പോക്കിലോ എത്രത്തോളം സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. വളരെ ലളിതമായിട്ട് 2009 ഉള്ള ചരിത്രം ആലോചിക്കുന്ന സമയത്ത് ശരീഅത്ത് ആലോചിക്കുക, ബാബരി മസ്ജിദ് ആലോചിക്കുക. ഇത്തരം ചില വിഷയങ്ങളിലും ആ സമയങ്ങളിലെ കേരളത്തിന്റെ രാഷ്ട്രീയ പശ്ചാത്തലവും മുസ്ലിം സമുദായത്തിലെ മാറ്റവും മുസ്ലിം സമുദായത്തിനുള്ള ഗുണങ്ങളും പ്ലസ് നിങ്ങൾ പറയുന്ന ഞങ്ങൾ എന്ന് പറയുന്ന പക്ഷത്തിന്റെ നിലപാടുകളും മാത്രം പരിശോധിച്ചാൽ മതി എത്തരത്തിലാണ് ആ മാറ്റത്തിന്റെ ഒരു അതിനർത്ഥം മുസ്ലിങ്ങൾക്ക് ഉപകാരമുള്ള ഒരു കാര്യം ഈ വിഭാഗത്തിന് ഇല്ല എന്നല്ല. നമ്മളൊരിക്കലും അങ്ങനെ വായിക്കരുത്. ഇപ്പോ കേരളത്തിന്റെ മതേതര ജനാധിപത്യ ഒരു ഫ്രെയിം വർക്കിനുള്ളിലുള്ള സാധനമാണ് ഇതൊക്കെ. ഈ ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ ആണെങ്കിലും അതേപോലെ തന്നെ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഐക്യ ജനാധിപത്യ മുന്നണി ആണെങ്കിലും ഇടത് ജനാധിപത്യ മുന്നണി ആണെങ്കിലും ഈ രണ്ട് മുന്നണികൾക്കും കേരളത്തിൻ്റെതായിട്ടുള്ള സാമൂഹ്യ പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുന്നതിൽ വളരെ ശക്തമായ റോളുണ്ട്. വലിയ വലിയ മാറ്റങ്ങൾ അത് ഏത് സമുദായത്തിലാണെങ്കിലും, മുസ്ലിങ്ങൾക്കാണെങ്കിലും ദളിതുകൾക്കാണെങ്കിലും ആദിവാസികൾക്കാണെങ്കിലും ഹൈന്ദവർക്കാണെങ്കിലും ക്രൈസ്തവർക്കാണെങ്കിലും ഒക്കെ ഉണ്ടായ ഉപകാരങ്ങളിൽ ഇതിനൊക്കെ വലിയ റോളുണ്ട്. പക്ഷേ ഇതിലേതെങ്കിലും ഒരു ടീം വന്നിട്ട് ഇന്ന സമുദായത്തെ പിടിച്ചിട്ട് ഇങ്ങനെ നിങ്ങൾ കുറെ വളരണം, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുറെ വളർത്താൻ വേണ്ടി നിൽക്കാം എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. ഈ മുന്നണികളിൽ ഓരോ മുന്നണികൾക്കും അവരുടെ ഓരോ നയങ്ങളിലും മുസ്ലിങ്ങൾക്കും
അതേപോലെ തന്നെ ദളിതർക്കും ആദിവാസികൾക്കും, ഈ 3 വിഭാഗങ്ങളാണല്ലോ പ്രധാനമായിട്ടും അടിച്ചമർത്തപ്പെടുന്ന സാഹചര്യങ്ങൾ രാഷ്ട്രീയമായിട്ട് നേരിടേണ്ടി വരുന്നുണ്ട്. ഈ 3 വിഭാഗങ്ങൾക്കും പ്രയാസകരമായ ഒരുപാട് നിലപാടുകളുണ്ട്. അതിൽ ഇപ്പോ ഞങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായി ഒരു ഇത് ഈവൻ മുസ്ലിങ്ങളായിട്ട് മാത്രമല്ല, ഇത് ഇവരുടെ ഈ ഒരു ഉത്തരം താങ്ങുന്ന പല്ലി നിലപാട് ദളിതരോടും കാണും. അതെ, ദളിതന്മാരോടും പറയുന്നത് ഞങ്ങൾ ഇടത് മുന്നണികൾ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ ഈ നിലക്കായത്. അപ്പൊ ദളിത് ആക്ടിവിസ്റ്റുകളുടെ ഒക്കെ മറുപടി വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും അത് ആ നിലക്ക് പൊളിറ്റിക്കലി ഫോളോ ചെയ്യണം എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അവർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഈഴവ പാർട്ടി ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നടക്കം, അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അടക്കം എന്ത് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ ഈ ഇടത് ജനാധിപത്യം അല്ലെങ്കിൽ CPM അടക്കം നേതാക്കന്മാര് പലപ്പോഴും ഏത് ജാതിയിൽ നിന്നാണ് വരുന്നത് എന്നതടക്കം അവരുടെ അത്തരം ഡാറ്റ അടക്കം കൃത്യമായിക്കൊണ്ട്. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ദളിതന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ആ ഒരു പിന്നെ മുന്നേറ്റത്തിന്റെയും തന്ത ചമയാൻ ഞങ്ങളുണ്ട്, മുസ്ലിങ്ങൾക്കുള്ള മുന്നേറ്റം അതും ഞങ്ങളുടേത്. അങ്ങനെ എല്ലാം ഞങ്ങളുടെ അല്ലെങ്കിൽ ഒരു പിന്നെ ഈ ഇടത് ചിന്തയുടെ അല്ലെങ്കിൽ ഈ പുരോഗമന ചിന്ത എന്ന് ഇവർ പറയുന്ന ആ സോക്കോൾഡ് പുരോഗമന ചിന്തയുടെ ഫലമായിട്ടാണ് എന്ന് പിന്നെ വാദിക്കുന്ന വളരെ ബാലിശമായിട്ടുള്ള ഒരു വാദമാണ്. ബാലിശവും അപഹാസ്യവും ഒരു അല്പത്തരമാണ്. കാരണം വേറെന്ന് വെച്ചാല് ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ശരിക്കും കിട്ടേണ്ടതല്ലായിരുന്നു, ഞങ്ങളൊരു ഔദാര്യ മനസ്കരായതുകൊണ്ട് നിങ്ങൾക്ക് തന്നതാണ് എന്നൊരു ധാർഷ്ട്യം കൂടി അതിനുള്ളത്. മുസ്ലിം നവോത്ഥാനത്തെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ എത്രത്തോളം ഇഗ്നറന്റ് ആവണം എന്നുള്ളതാണ്. കാരണം മുസ്ലിം നവോത്ഥാനത്തിനെ കുറിച്ച് കുറെ ലിറ്ററേച്ചർ അല്ലെങ്കിൽ കുറെ പുസ്തകങ്ങൾ ഇവിടെ ഓൾറെഡി ലഭ്യമല്ലേ. എന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ട് ആ ചരിത്രം മൊത്തം ക്യാൻസൽ ചെയ്തിട്ട് 1957 മുതൽ ഞങ്ങൾ കൊണ്ടുവന്നതാണ് എന്ന് പറയുന്നതിലുള്ള പരിഹാസ്യത ഒന്ന് സ്വയം വിലയിരുത്തുക എന്നുള്ളത് മാത്രം. 57 ഗവൺമെന്റ് ഉണ്ടാക്കിയ നേട്ടങ്ങൾ നമുക്കറിയാം, എന്താണ് എങ്ങനെയായിരുന്നു അത് സമൂഹത്തെ കണ്ടിരുന്നത്. അതിനെതിരെ വലിയ തോതിൽ പ്രചാരണം നടത്തിയത് ഇവിടുത്തെ മതവിഭാഗങ്ങളായിരുന്നു. അതിൻ്റെ ഒരു ദുർഭൂതം കേരള അന്തരീക്ഷത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് അവസരം കിട്ടുമ്പോഴൊക്കെ ഈ വർഗീയ ബോധമുള്ള മനുഷ്യർ ഈ സമത്വത്വത്തെയും ജനാധിപത്യത്തെയും മധുരത്തെയും അടിച്ചു വീഴ്ത്തിക്കൊണ്ട് അവരുടെ മുതലാളിത്ത താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ഒരു കോർപ്പറേറ്റ് താല്പര്യങ്ങൾ അവരിലൂടെ നടപ്പാക്കാൻ ശ്രമിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുണ്ട്. അവരിടക്കിടക്ക് തേട്ടി വരുന്നതാണ് നമ്മൾ കാണുന്നത്. ചില മതപൗരോഹിത്യമൊക്കെ അല്ലെങ്കിൽ മത സംഘടനകളൊക്കെ മൂർച്ചകളാണ്, കോർപ്പറേറ്റ് താല്പര്യങ്ങളാണ്, മുതലാളിത്ത താല്പര്യങ്ങളാണ് എന്നുള്ളതാണ്. ഇതില് ഈ എന്ത് ബേസിലാണ് ഇയാളിത് പറയുന്നത്? ഞാനിങ്ങനെ കേട്ട അന്താളിച്ചു പോയി. എന്നുവെച്ചാല് ഇവിടെ ശരിക്കും പറഞ്ഞാൽ മതം, പ്രത്യേകിച്ചും ഇസ്ലാമിനെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം സംഘടനകളാണ് ഇയാൾക്ക് ഭയങ്കര ഇടങ്ങേറുണ്ടാക്കുന്നത്. ഇടക്കിടക്ക് ഇങ്ങനെ ഞങ്ങൾ പറയുന്ന ആ ഒരു ലൈനിന്റെ ഉള്ളിൽ നിൽക്കാതെ ബാഡ് മുസ്ലിമായി പോകുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ മുസ്ലിം സംഘടനകൾ പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മുതലാളിത്ത താല്പര്യത്തിന് നേർ വിപരീതമാണ്. ഇപ്പം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം മുതലാളിത്തത്തിന്റെ താല്പര്യം അവരുടെ കമ്പോളം നിലനിർത്താൻ, അവരുടെ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ അവര് വരുത്തണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സാമൂഹ്യ മാറ്റത്തിന് നേർ വിപരീതാണെന്ത് മുസ്ലിങ്ങളുടെ അല്ലെങ്കിൽ ഇസ്ലാമിന്റെ നിലപാടുകൾ പലപ്പോഴും. അത് ഒന്നല്ല, ഒരു ഏകദേശം എന്താ പറയാ, ഈ കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഈ ഒരു മുതലാളിമാരുടെ താല്പര്യങ്ങൾ ഏത് മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത് ആ മേഖലകളിലൊക്കെ അവർക്ക് പ്രയാസകരമാണ് മുസ്ലിങ്ങൾ. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് എടുക്കുക, ആൽക്കഹോൾ എന്ന് പറഞ്ഞ സംഭവം മുസ്ലിങ്ങൾ ആലോചിക്കാനില്ല. നേരെ അതായത് ഇപ്പോ ഒന്ന് ആലോചിച്ചോക്ക, ഈ മുസ്ലിം പോപ്പുലേഷൻ കൂടി മറ്റുള്ളവരെ പോലെ ആൽക്കഹോൾ കൺസ്യൂം ചെയ്യുമായിരുന്നുവെങ്കിൽ ഈ മദ്യ കമ്പനികൾക്ക് ഉണ്ടാകുന്ന ലാഭത്തിന്റെ പെർസെന്റേജ് ആലോചിക്കാൻ, അല്ലെങ്കിൽ മുസ്ലിം മത നേതൃത്വം ഇത് വിലക്കുന്നത് കൊണ്ട് ഇവർക്കുണ്ടാകുന്ന നഷ്ടത്തിന്റെ ഒരു ഡെപ്ത് ആലോചിക്കാൻ. ഈ നഷ്ടം അവർക്കുണ്ടാക്കുന്ന മതനേതൃത്വം എന്ന് പറയുന്നത് ഇവർ മുതലാളി താല്പര്യങ്ങൾക്ക് വേണ്ടി ഓരോന്നും. ആൽക്കഹോൾ ആണെങ്കിൽ ആൽക്കഹോളിന് മതം എതിരാണ്. അതേപോലെ തന്നെ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എതിരാണ്. അപ്പൊ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ ഈ നിലക്കുള്ള സൗന്ദര്യത്തെ ഒരു പ്രദർശന വസ്തുവാക്കുക, അത് ആ നിലക്ക് കൊണ്ടുപോകുക എന്നുള്ളതിനെ തീർത്തും മതം എന്ത് ചെയ്യാൻ നിരുത്സാഹപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അത് എങ്ങോട്ടൊക്കെ വരുന്നുണ്ട്? ഈ കോസ്മെറ്റിക് ഇൻഡസ്ട്രി വരുമ്പോൾ കോസ്മെറ്റിക്സിന്റെ സെയിൽസ് മാത്രമല്ല, ഈ സ്ത്രീ അല്ലെങ്കിൽ ഒരു ചരക്ക് ഉൽപ്പന്നമായി അല്ലെങ്കിൽ ഒരു വസ്തുവിനെ വിറ്റഴിക്കാൻ വേണ്ടി ഇത്തരത്തിൽ സൗന്ദര്യത്തെ ഉപയോഗിക്കാൻ പറയുന്ന സംഭവം വരുന്ന സമയത്ത് കോസ്മെറ്റിക് സർജറികൾ വരും. അഥവാ മെഡിക്കൽ ഇൻഡസ്ട്രിയിലേക്ക് ഇത് കയറും, പിന്നെ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് ഇത് കയറും, ആഡുകൾ ഇൻഡസ്ട്രിയിലേക്ക് കയറും. ഇത്തരത്തിൽ ഒരുപാട് മേഖലകൾക്ക് ഈ ഒരു മതനേതൃത്വം പ്രയാസമാണ് ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടാണ്. വാല്യൂസ് ഇല്ലായിരുന്നെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഡസ്ട്രീസ് ഒക്കെ അതിന് ഒരുപാട് അവർക്ക് ലാഭങ്ങൾ കൂടി. പിന്നെ പോൺ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രയും ബില്യൺസ് ഓഫ് ഡോളേഴ്സ് ടേൺ ഓവർ ഉള്ള ഒരു ഇൻഡസ്ട്രിയാണ് പോൺ ഇൻഡസ്ട്രി. ഇസ്ലാം എന്താ പറയുന്നത്? അതിന്റെ വേരോടുകൂടി എന്ത് ചെയ്യാണ്? അതിനെ എതിർക്കുകയാണ്. ഈ പറഞ്ഞ നഗ്നതയെ പിന്നെ പ്രദർശന വസ്തുവാക്കുന്ന പിന്നെ അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രി ആകട്ടെ, ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്ക് മുഴുവൻ
കടക്കൽ കത്തിവെക്കുന്ന രൂപത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത് ഇസ്ലാമിക് വാല്യൂസ് ഉള്ളത്. അപ്പൊ അതും വാല്യൂസ് പ്രമാണത്തിൽ വെച്ച് അങ്ങനെ അടക്കി വെക്കുന്നവരല്ല. ഇപ്പോ അതെ. പലപ്പോഴും നമ്മളെ കളിയാക്കാനോ അല്ലെങ്കിൽ നമ്മളെ വിമർശിക്കാനോ കൊണ്ട് ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ്, എന്താണ് ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ കാര്യങ്ങൾ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നു എന്നുള്ളതാണ്. ഇപ്പം ഇതേ ആളുകൾ ഇതേ പുരോഗമനം പറയുന്ന ഈ ക്യാപിറ്റലിസ്റ്റ് താല്പര്യങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആളുകൾ പലപ്പോഴും മുസ്ലിങ്ങളെ പിന്നെ എതിരായി നിൽക്കുന്ന എന്താണ്, അവര് ലിപ്സ്റ്റിക്കുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ പ്രശ്നവൽക്കരിക്കുന്നതാണ്. അതെ, അതെ. ഇത് ക്യാപിറ്റലിസ്റ്റുകൾക്ക് ഇഷ്ടമുള്ള അവർക്ക് ലാഭം ഉണ്ടാക്കുന്ന കാര്യങ്ങളെ നമ്മൾ എതിർക്കുന്നു എന്നുള്ളതാണ് അതെ. ഇവർ നമ്മുടെ പ്രശ്നമായിട്ട് പറയുന്നത്. ഇപ്പൊ ഇവരാണ് സിനിമ ക്യാപിറ്റലിസ്റ്റ് ഇൻഡസ്ട്രിയെ എതിർക്കുന്നു, അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിയോജിപ്പുകൾ വിയോജിപ്പുകൾ പറയുന്നു എന്നുള്ളത് വലിയ പരിഹാസമാണ്. അതുപോലെ തന്നെ സംഗീതം, DJ പാർട്ടികൾ അത്തരത്തിലുള്ള കാര്യങ്ങളെ എതിർക്കുന്നു, അത് വലിയ പരിഹാസമാണ്. ഈ പറഞ്ഞ കോസ്മെറ്റിക്സ്, മേക്കപ്പ് ഇടുക, ആ ഒരു തരത്തിലുള്ള ഒരു കൾച്ചറിലേക്ക് പോവുക എന്നുള്ളത് അത് വലിയ പരിഹാസമാണ്. എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ അവരുടെ വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ട് കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നത് ഇവർക്ക് പരിഹാസമാണ്. എന്നിട്ട് ഇവർ പറയാണ് ഞങ്ങൾ ക്യാപിറ്റൽ. അപ്പോ മാത്രമല്ല ഇതില് വേറൊരു കാര്യമുണ്ട്, നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്. അതായത് കമ്മ്യൂണിസം അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു മാർക്സിസ്റ്റ് വേൾഡ് വ്യൂവില് അതിൽ ഈമാനുള്ള ആളുകൾ ശരിക്കും പറഞ്ഞാൽ അവർക്ക് ആ ആശയം അറിയാമായിരുന്നത് കൊണ്ട് ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇത്തരം സ്റ്റാൻഡുകൾ എടുത്തിട്ടുണ്ട്. അതായത് മുസ്ലിങ്ങൾ എടുക്കുന്നത് പോലെയുള്ള ക്യാപിറ്റലിസ്റ്റ് വിരുദ്ധമായ സ്റ്റാൻഡുകൾ എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഈ പറഞ്ഞതുപോലെ പെണ്ണിനെ ചരക്കുവൽക്കരിക്കുന്ന രൂപത്തിലുള്ള ക്യാപിറ്റലിസ്റ്റ് താല്പര്യങ്ങൾക്കെതിരായിട്ട് അവർ പല നിയമങ്ങളും അതുപോലെ തന്നെ ബോധവൽക്കരണങ്ങളും പോലും മേക്കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും അടക്കം എന്ത് ചെയ്തിട്ടുള്ള എടുത്തിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ കുറച്ചൊരു ആത്മാർത്ഥതയുള്ള അല്ലെങ്കിൽ മാർക്സിസം അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്താണെന്ന് അറിയുന്ന ആളുകൾ ഇതിനെതിരെ എന്ത് ചെയ്തിട്ടുണ്ട്, സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റുകൾക്ക് അതുപോലും അറിയാതെ അവരെന്ത് ചെയ്യാണ്, ക്യാപിറ്റലിസ്റ്റിന് വിരുദ്ധമായിക്കൊണ്ട് വാല്യൂസിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളെ പരിഹസിക്കുകയും എന്നിട്ട് അതിന് അവർ എടുക്കുന്നത് അവർ ബാഡ് മുസ്ലിംസ് ആണെന്ന്. മാത്രമല്ല എന്നിട്ട് അവരെ കുറ്റപ്പെടുത്താൻ എന്താ പറയുന്നത്, ക്യാപിറ്റലിസ്റ്റ് ആണ്. ക്യാപിറ്റലിസ്റ്റിന് എതിരെ നിലപാടെടുക്കുന്ന ആളുകളെ ക്യാപിറ്റലിസ്റ്റ് വിളിക്കുകയും ക്യാപിറ്റലിസ്റ്റിന് അനുകൂലമായി നിലപാടെടുക്കുന്ന ഞങ്ങൾ നല്ല കുറച്ച് ആളുകളും ക്യാപിറ്റലിസ്റ്റിന് വിരുദ്ധരായിട്ടുള്ള ആളുകളാണെന്ന് പറയുകയും ക്യാപിറ്റലിസത്തിന് വിരുദ്ധമായി നിലപാടെടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ഈ പറഞ്ഞതിൽ ഏകദേശം എല്ലാ ഞങ്ങൾ ബാഡ് മുസ്ലിം ആവാനുള്ള കാരണങ്ങൾ. ആ കാരണങ്ങളുടെ എല്ലാം ബേസ് ക്യാപിറ്റലിസ്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഓരോ കാരണങ്ങൾ ഇപ്പോ ഏതാണെങ്കിലും ഇപ്പൊ ഇവിടെ പറഞ്ഞ ഓരോന്നിനും കൾച്ചറിലും മറ്റുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ ബിഹൈൻഡ് നോക്കുന്ന സമയത്ത് അവസാനം ക്യാപിറ്റലിസ്റ്റിനെ ഏതെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യപ്പെടുന്നതാണ്. ആ ക്യാപിറ്റലിസ്റ്റോട് സംസാരിക്കുന്ന ആൾക്കാർ പറയുന്നത് ഞങ്ങൾ നല്ല ആൾക്കാരാണ്, ഈ കുറച്ച് ആൾക്കാർ ബാഡ് മുസ്ലിംസ് ആണ്. അപ്പം ഈ രൂപത്തിലാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് മൂപ്പരത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതാണോ അല്ലാതെ ഒരു ഫ്ലോയിൽ ഇങ്ങനെ വന്നു പോയതാണോ എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചോളം മനസ്സിലാക്കിയത് മൂപ്പർക്കൊരു ധാരണയെ പറ്റില്ല, ഒരു ഐഡിയ ഇല്ല. അപ്പൊ എന്താണ് ക്യാപിറ്റലിസം, അല്ല ക്യാപിറ്റലിസവും മതവും എങ്ങനെയാണ് വിരുദ്ധ ചേരികൾ? എന്താ വെച്ചാല് നമ്മൾ ഈ കുറെ പ്രഭാഷണങ്ങൾ കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഡിഫൻസ് വരുമ്പോ കോർപ്പറേറ്റ് താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അപ്പൊ അങ്ങനെ പറഞ്ഞൊരു ഫ്ലോ ആണ്. അപ്പൊ എന്തായാലും ഈ നിലക്ക് എല്ലാത്തിന്റെയും ഞങ്ങളുടെ ഒരു ആശയം അനുസരിച്ച് ഞങ്ങൾ എല്ലാത്തിനെയും വിലയിരുത്തും, ഞങ്ങളാണ് എല്ലാത്തിന്റെയും ഒരു അളവുകോൽ എന്നുള്ള ആ ഒരു ചിന്ത മാറ്റുക. ഒറ്റ കാര്യം കൂടെ, ഫ്രഞ്ച് റവല്യൂഷൻ ശേഷമല്ലേ ഇതൊക്കെ മാറ്റങ്ങളൊക്കെ ഉണ്ടായി പറഞ്ഞു മുസ്ലിം സമുദായത്തിനിടയിൽ. നിങ്ങൾ ചരിത്രം എപ്പോഴെങ്കിലൊക്കെ ഒഴിവ് കിട്ടുമ്പോൾ കേൾക്കുക വായിക്കുക എന്താ എങ്ങനെ പറ്റുവെച്ചെങ്കിൽ ഒന്ന് ചെയ്യണം എന്നുള്ളതാണ്. പ്ലസ് മുസ്ലിം സമുദായത്തിന്റെ പാസ്റ്റ് ഹിസ്റ്ററി എടുത്തു വെക്കുക. ഇവരെന്നെ ശരിക്ക് മുസ്ലിങ്ങളിൽ ഇന്ന അവകാശങ്ങളുണ്ട് എന്നൊക്കെ പറയാൻ വേണ്ടി ഉന്നയിക്കാറുള്ള ഒരുപാട് ചരിത്രം പോലും ഉണ്ട്. പക്ഷെ അവർ ഈ സമയത്തൊന്നും കാണില്ല കേട്ടോ. ഇപ്പോൾ ഏറ്റവും ലളിതമായിട്ട് ലോകത്ത് മോഡേൺ യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റികളിൽ ആദ്യത്തെ യൂണിവേഴ്സിറ്റി എവിടെയാണ്? അൽ ഖറാവിയൻ യൂണിവേഴ്സിറ്റിയാണ്, ഫെസ് എന്ന് പറയുന്ന നഗരത്തിലുള്ളത്. അത് ഉണ്ടാക്കിയത് ആരാണ്? ഫാത്തിമ അൽ ഫിഹിരിയാണ്. ഇവിടെ ഒന്ന് മനസ്സിലാക്കണം വെച്ചാൽ ഫാത്തിമ അൽ ഫിഹിരിയെ പോലെ മുസ്ലിം സമുദായത്തിലുള്ള ഒരു സ്ത്രീ അത് ഉണ്ടാക്കി എന്നുള്ള ഒന്ന്. രണ്ടെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ അത് ഉണ്ടാക്കിയത് ആ സ്ത്രീക്ക് അനന്തരാവകാശമായി കിട്ടിയ സമ്പത്താട്ടോ. അപ്പൊ സ്ത്രീ ഇസ്ലാമിലെ അനന്തരാവകാശം സമ്പത്ത് ചെലവഴിക്കുന്ന സ്ത്രീ, ഇതൊക്കെ അവിടെ മനസ്സിലാക്കണേ. മറ്റൊന്ന്, ഇതുവരെ ഒരു പ്രോപ്പർ മോഡൽ ഇല്ലാത്ത ലോകത്ത് ഇത്രയും വലിയ ചേഞ്ച് കൊണ്ടുവന്ന സാധനമാണ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ. ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന എല്ലാ 99.999 ഡെവലപ്മെന്റുകളുടെയും ബേസ് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് കിട്ടിയ പാഠങ്ങളാണ്. അപ്പൊ അത്രയും വലിയ ചേഞ്ച് കൊണ്ടുവരാൻ പോകുന്ന ഒരു കാര്യത്തെ, ഇത്രയും വലിയ ഐഡിയയെ ഒരു സ്ത്രീക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ മാത്രം വിശാലമായ അവസരങ്ങൾ കൊടുത്തിരുന്നായിരുന്നു ഇസ്ലാമിക ഭരണകൂടം. ഇത്രയും കാര്യങ്ങൾ ഒറ്റ ചരിത്രം, സിവിലൈസേഷൻ പ്രത്യേകിച്ചും ഭരണകൂടം അനുവദിച്ചാൽ മാത്രം പോരാ, അതെ, സിവിലൈസേഷനിൽ അതിന് ഒരു സാഹചര്യം കൂടി ഉണ്ടാവണം. അല്ലാതെ ഭരണകൂടം അങ്ങനെ ഒരു സാമൂഹ്യ സാഹചര്യം അടക്കം മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നു. ഏത് ഈ ഫ്രഞ്ച് റവല്യൂഷൻ ഒക്കെ നടക്കുന്നതിന് എത്രയോ മുമ്പ്. ഈവൻ ഫാത്തിമ അൽ ഫിഹിരിയിലേക്കൊന്നും പോകണ്ട, നമുക്ക് ഏറ്റവും പ്രധാന ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ കുറിച്ച് മാത്രം ആലോചിച്ചാൽ മതി. എത്രത്തോളം സ്വഹാബിമാരുടെ അല്ലെങ്കിൽ ഇസ്ലാമിക വിജ്ഞാന
പാരമ്പര്യത്തിൽ ആയിഷ ബീവിയോളം റളിയല്ലാഹു അൻഹ അത്രയും ഉന്നതിയിൽ നിൽക്കുന്ന ആളുകൾ വളരെ കുറവാണ്. അത്രയും വലിയ ടീച്ചറായിരുന്നു അവര്. ആളുകൾ അറിവ് നേടാൻ പോയിരുന്ന, നോളജ് സീക്കാൻ പോയിരുന്ന ഏറ്റവും വലിയ നാട്ടിലെ പണ്ഡിതയായിരുന്നു. പിന്നെ അവിടുന്ന് ഇങ്ങനെ ഓരോന്നിലേക്ക് നോക്കിയാൽ, ഇപ്പോൾ ഉമർ അള്ളാഹുവിന്റെ സമയത്തുള്ള ഭരണ ഉത്തരവാദിത്തങ്ങൾ നൽകിയ ആളുകളെ നോക്കിയാൽ, യുദ്ധവേളകൾ നോക്കിയാൽ, അഥവാ അവിടെ നേഴ്സുമാരും ഡോക്ടർമാരും ഉണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീകൾ എന്നുള്ള നേഴ്സുമാരും ഡോക്ടർമാരും ഇവിടെ കാണാൻ കഴിയുന്നവർക്ക്. അവിടെയാണ് നിങ്ങൾ പറയുന്നത് ഫ്രഞ്ച് റവല്യൂഷന് ശേഷമാണ് ഇസ്ലാമിൽ സ്ത്രീകൾക്ക് അവകാശം ഉണ്ടായതും ഇത്തരം മാറ്റങ്ങൾ ഉണ്ടായെന്നുള്ളത്. അല്ല, ഒരു ഒരു പൊതുസമൂഹത്തിൽ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള മൂല്യങ്ങൾ വരുന്നതിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവച്ചിട്ടുണ്ടാവും. പക്ഷെ ഇസ്ലാമിക് സൊസൈറ്റിയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല എന്നെങ്കിലും മനസ്സിലാക്കുക. ഇപ്പൊ നേരത്തെ പറഞ്ഞ അനന്തരാവകാശത്തിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ പറയുന്നത് അനന്തരാവകാശത്തിന്റെ വിഷയത്തിൽ ശരീരത്തിനെ വെല്ലുവിളിച്ച ആളോടാണെന്നുള്ളത് വേറൊരു വിഷയം. അപ്പം ഇത് ഇസ്ലാമിക് സൊസൈറ്റിയിൽ സ്ത്രീകളിലേക്ക് വെൽത്ത് അക്യുമുലേറ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള ഒരു കാര്യത്തെയാണ് താങ്കൾ എന്ത് ചെയ്തിട്ടുള്ളത്, വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ഈ പുരോഗമനവാദികളെന്ന് മനസ്സിലാക്കുക. പിന്നെ വേറെന്ന് വെച്ചാല് ഇസ്ലാമിന്റെ പ്രമാണം എങ്ങനെയാണെങ്കിലും ചില നാടുകളിൽ കൾച്ചറൽ ആയിട്ടുള്ള ചേഞ്ചസ് കൊണ്ട് സ്ത്രീകളാണെങ്കിലും കുട്ടികളാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അങ്ങനെ പല പല ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകളും കൾച്ചറലി ഉള്ള ചില തെറ്റിദ്ധാരണകൾ കൊണ്ടും മനസ്സിലാക്കാത്ത പ്രശ്നങ്ങൾ കൊണ്ടും ചില ആൾക്കാരെ സ്വാർത്ഥ താല്പര്യങ്ങൾ കൊണ്ടൊക്കെ മനുഷ്യരിൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങൾ മുസ്ലിം സമുദായത്തിൽ ഉണ്ടായിരുന്നു. അവിടെയൊക്കെ മുസ്ലിം പണ്ഡിതർ മാറ്റങ്ങൾ കൊണ്ടുവന്നത് എങ്ങനെയാണ്? ബാക്ക് ടു ടെക്സ്റ്റ്, പ്രമാണത്തിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതായിരുന്നു നയം. ആ നയത്തിലൂടെയാണ് ഈ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുള്ളത്. ഇസ്ലാമിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് അവർ ശാക്തീകരിക്കപ്പെട്ടത്, അല്ലാതെ നിങ്ങളുടെ സോ കോൾഡ് പുരോഗമനമോ ഫെമിനിസ്റ്റ് വാല്യൂ അല്ല. ഇസ്ലാം ബൈ ഇറ്റ് സെൽഫ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇസ്ലാം അതിന് ആ ഒരു പ്രാധാന്യം സ്ത്രീക്ക് കൊടുത്തത് കൊണ്ടാണ്, അതിന്റെ ബേസിൽ നിന്നുകൊണ്ടാണ് ആ സ്ത്രീക്ക് പറ്റുന്നത്. അപ്പോൾ ആ മതത്തിന്റെ ടെക്സ്റ്റുകളെ നിങ്ങൾ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ കുറച്ച് മൂല്യങ്ങൾ കൊണ്ടുവരും. ആ മൂല്യങ്ങൾക്കനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അതിനോട് അഡാപ്റ്റ് ചെയ്ത് അതിനോട് എന്താ പറയുക അടിമപ്പെട്ട് അല്ലെങ്കിൽ അതിനോട് എല്ലാ നിലക്കും കീഴ്പ്പെട്ടുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നിങ്ങൾ ഗുഡ് മുസ്ലിം ആവൂ എന്ന തിട്ടൂരങ്ങളുമായി വരുന്നവരോട് പറയാനുള്ളത് സൗകര്യമില്ല എന്ന് മാത്രമാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, ഇവർ ഈ പറയുന്ന ഈ പുരോഗമനം എന്നൊക്കെ പറയുന്നതിന്റെ ബേസ് എന്ന് പറയുന്നത് ലിബറൽ മൂല്യങ്ങളാണ്. അപ്പൊ അവിടെ ശരിക്കും ഓക്കെ, ഒരു ജനാധിപത്യപരമായ സംവാദങ്ങൾ നമുക്കാവാം. സംവാദം എങ്ങനെയാവേണ്ടത്? ഞങ്ങൾ കുറച്ച് മൂല്യങ്ങൾ ഞങ്ങൾ അതിന്റെ മേലെ ഇങ്ങനെ നിൽക്കും, നിങ്ങളിങ്ങനെ ഞങ്ങൾ അതിനോട് ഇങ്ങനെ സംവദിച്ച് നിൽക്കുക എന്ന് പറയുന്ന ആ ഒരു കാര്യമായിട്ട് മാറ്റി വെക്കുക. നിങ്ങൾ ശരിയാണ്, മുസ്ലിങ്ങൾ മാറണം, അല്ലെങ്കിൽ ഇസ്ലാമിക് സൊസൈറ്റി മാറണം, പൗരോഹിത്യം മാറണം, സംഘടനകൾ മാറണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ കുറെ സംഭവങ്ങൾ പറയുന്നുണ്ടല്ലോ. ആ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണോ മാറണം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് ഡിബേറ്റ് ആകാം. അതാണ് ചെയ്യേണ്ടത്. അതല്ലാതെ ഇവർ ചെയ്യുന്നത് ഇറ്റ് ഈസ് ഡിഫോൾട്ട്, എന്താ ലിബറൽ മൂല്യങ്ങൾ അതിലേക്ക് നിങ്ങൾ വരിക എന്നുള്ളത് മാത്രമാണ് നിങ്ങൾക്കുള്ള ചോയ്സ് എന്നുള്ളതാണ് പലപ്പോഴും ഇവർ പറയുന്നത്. അവിടെയാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് ആ ആശയങ്ങളാവാം, നിങ്ങൾക്കത് പറഞ്ഞുകൊണ്ടിരിക്കാം, അത് നിങ്ങളുടെ ആദർശമാണ്, നിങ്ങൾക്കത് പറയാം, യാതൊരു സംശയമില്ല. ലിബറലുകൾക്ക് മുറി വേണം എന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, മുറിയൊക്കെ നിങ്ങൾ എടുത്തോളി, പക്ഷേ ആ മുറിയിലേക്ക് എല്ലാവരും വന്നിട്ടില്ലെങ്കിൽ അവരൊക്കെ ബാഡ് മുസ്ലിം ആവും എന്ന് പറയാതിരുന്നാൽ മതി. നിങ്ങൾ മുറിയോ വീടോ എന്ത് വേണമെങ്കിലും എടുത്തോളൂ, പക്ഷേ ആ മുറിയിലേക്ക് വന്നിട്ടില്ലെങ്കിൽ നിങ്ങളൊക്കെ ബാഡ് മുസ്ലിം ആവും എന്ന് പറയുന്ന തിട്ടൂരം അവസാനിപ്പിക്കുക എന്നാണ് പറയാനുള്ളത്. രണ്ടാമത്തത്, ആ മുറിയെ ബാക്കിയുള്ളവർ ഇവാലുവേറ്റ് ചെയ്യും. എങ്ങനെയാണ് ആ മുറിയെ ഇവാലുവേറ്റ് ചെയ്യുക? ആ ലിബറലിസം എന്ന് പറയുന്ന ആ മുറിയുടെ അല്ലെങ്കിൽ ആ ആദർശത്തിന്റെ ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അത് എത്രത്തോളം അത് വാലിഡ് ആണ് എന്നുള്ള ചർച്ചകൾ നമുക്കാവാം. ഇത്തരം ആശയക്കാട് പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ, ഇപ്പൊ നമ്മളൊരു ഒരു വിഷയത്തിൽ നിലപാട് പറയണം, അല്ലെങ്കിൽ ഈ വിഷയത്തിൽ ഇങ്ങനെയാണ് നിയമം വേണ്ടതെന്ന് പറയണം. അപ്പോൾ അവർ ഇങ്ങോട്ട് ചോദിക്കും, നിങ്ങൾ ഒരു അഭിപ്രായത്തിൽ ഇസ്ലാമിന്റെ നിയമം തീരുമാനിക്കപ്പെട്ടോ, ഇതിൽ മറ്റു അഭിപ്രായങ്ങൾക്കുള്ള സാധ്യത വേണ്ടേ, അല്ലെങ്കിൽ എല്ലാവരും ഓരോരുടെ അഭിപ്രായങ്ങൾ പറയട്ടെ, അതിലൂടെ ഉരുത്തിരിയട്ടെ എന്ന് പറയും. ഓക്കെ ഫൈൻ, ഓക്കെ, നമ്മൾ ജനാധിപത്യ മൂല്യങ്ങൾ ഓക്കെ അനുസരിച്ച് സ്വീകരിച്ചു. ഇനി അവരുടെ അഭിപ്രായം പറയാണ് ഈ വിഷയത്തിൽ ഇങ്ങനെയുണ്ട്. ഇപ്പോൾ ഈ വക്കീലിനൊക്കെ ഒരു ഇതുണ്ടല്ലോ, അനന്തരാവകാശ റിവ്യൂ ഉണ്ടല്ലോ, അതിനാരെങ്കിലും എതിർത്ത് മറ്റൊരു അഭിപ്രായം, ഞാൻ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല, നമ്മൾ പറയുമ്പോൾ നമ്മളെ അഭിപ്രായമാണ്, ഓല് പറയുമ്പോൾ അത് ശരിയാണ്. ഡിഫോൾട്ട് ഇതാണ് നോർമൽ, ഇതാണ് എല്ലാവരും അംഗീകരിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ശരി. നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ വ്യൂ ആണ്, അഭിപ്രായങ്ങളാണ്. ഞങ്ങൾ പറയുന്നത് ശരികളാണ്, വസ്തുതകളാണ്, ഡിഫോൾട്ടാണ്. അതിന്റെ കാരണങ്ങളോ അതിന്റെ ബാക്കിലുള്ള ആർഗ്യുമെന്റ് ഒന്നും നോക്കരുത്. ഞങ്ങൾ പറഞ്ഞു എന്നുള്ളതുകൊണ്ട്, അല്ലെങ്കിൽ ഈ മോഡേൺ വാല്യൂസിൽ അത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് അതാണ് ശരി. ഇതിനെ എതിർക്കുമ്പോൾ ശരിയെ എതിർക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ വസ്തുതയ്ക്ക് എതിരെ നിൽക്കുന്ന ആളുകളാണ്, നോർമാലിറ്റിക്ക് എതിരെ നിൽക്കുന്ന ആളുകളാണ്. നമ്മൾ പറയുന്ന അഭിപ്രായത്തെ എതിർക്കുമ്പോഴോ ഏതോ ഒരു കുറച്ച് ആൾക്കാരുടെ അഭിപ്രായത്തെ എതിർക്കുന്ന ആളുകളാണ്. അപ്പൊ ആ പൊസിഷനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അതിൽ ആ ഡിബേറ്റിൽ ഇവർ കാണൂല. ആ ഡിബേറ്റിൽ ഇവർ ശരി, ലിബറലിസത്തിന്റെ അടിസ്ഥാനപരമായ പ്രിൻസിപ്പിളുകൾ, അല്ലെങ്കിൽ അത് മൊറാലിറ്റി എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നു ആയിക്കോട്ടെ. നിങ്ങളൊരു കാര്യം ഇപ്പം വസ്ത്രധാരണം, ഇടകലറൽ, ഇതൊക്കെയാണല്ലോ പറയുന്നത്. ആയിക്കോട്ടെ, അതൊക്കെ പറ്റും എന്ന് പറയാൻ നിങ്ങൾക്ക് നിങ്ങളുടേതായ ന്യായങ്ങളുണ്ട് തീർച്ചയായും.
ആ ന്യായങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്, അതിന് അതിൻ്റെതായ പ്രിമൈസുകളുണ്ട്. ആ പ്രിമൈസുകൾ നമുക്ക് ചർച്ച ചെയ്യാം എന്ന് പറയുമ്പോൾ ഇവരാരും ആ വഴിക്കുണ്ടാവില്ല. ഞങ്ങൾ അങ്ങനെ ചർച്ച ഒന്നുമില്ല, ഞങ്ങളുടേത് ഓൾറെഡി ശരിയാണ്, ഞങ്ങളുടെ ഓൾറെഡി ഡിഫോൾട്ടാണ്, അതിലേക്ക് മുസ്ലിങ്ങളൊക്കെ വരിക, എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു. ഈ മണ്ടന്മാർക്ക് മനസ്സിലാകുന്നില്ല എന്നുള്ളത്. ഇത് എങ്ങനെ ഓൾറെഡി ശരിയാവുന്നേ? ഇപ്പൊ ഒരു വാല്യൂ ഓൾറെഡി ശരിയാവണമെങ്കിൽ ഒന്നുകിൽ എന്ത് ചെയ്യണം, എല്ലാവരും ശരിയാണെന്ന് അംഗീകരിക്കുന്ന എന്തെങ്കിലും സ്ഥാനത്ത് വരണം. പ്രമാണമാവാം, വാട്ട് എവർ ഇറ്റ് ഈസ്, എല്ലാവരും ഒരുപോലെ ശരിയാണെന്ന് അംഗീകരിക്കുന്ന ഒരു സോഴ്സ് അത് വരണം. അങ്ങനെയാണെങ്കിൽ ഓക്കെ, എല്ലാവർക്കും ശരിയാണ്. അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ട് ജനിക്കുമ്പോൾ എല്ലാവരും മനസ്സിൽ ഒരു ഐഡിയ വേണം. ഇപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഫിത്രത്ത്, ശുദ്ധപ്രകൃതി എന്നൊക്കെ പറഞ്ഞ പോലെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാധനം കണ്ടാൽ അത് റിയൽ ആണെന്നുള്ള സാധനം, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഗ്ലാസ് ഉണ്ട്, ആ ഗ്ലാസ് ഒരു മായല്ല, അത് ശരിക്കും ഒരു ഗ്ലാസ് തന്നെയാണെന്നുള്ള സാധനം ഉണ്ടല്ലോ, നമ്മൾ സെൽഫ് എവിഡന്റ് ട്രൂത്ത് നമ്മൾ പറയും. ഇങ്ങനത്തെ കുറച്ച് നമ്മുടെ ഉള്ളിലുള്ള കുറച്ച് ബോധ്യങ്ങളുണ്ടല്ലോ, അതൊക്കെ ശരി, എല്ലാവരും അങ്ങേക്കും ഡിഫോൾട്ട് ട്രൂത്താണ്. അതിനപ്പുറത്തുള്ള സാധനത്തെ എങ്ങനെയാണ് ഈ ഡിഫോൾട്ട് ട്രൂത്ത് ആക്കി പറയാൻ പറ്റുക? അവിടെ നിന്ന് മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ മനസ്സിൽ ഡിഫോൾട്ട് ട്രൂത്ത് ഉണ്ടെങ്കിൽ നിങ്ങളെ എന്താ പറയാ, അത്തരത്തിൽ സോഷ്യൽ എഞ്ചിനീയർ ചെയ്ത് അങ്ങനെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്ന അക്കാദമിക്സ്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന മൂവീസ്, നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന ശരിയെന്ന് തോന്നിക്കാനുള്ള പ്രഭാഷണങ്ങൾ, അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ കണ്ടന്റുകൾ, ഇങ്ങനെ കണ്ട് 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 കേട്ട് 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 ഒരു ഇല്യൂസറി ട്രൂത്ത് എഫക്റ്റ്. ഇപ്പോൾ ഒരുപാട് തവണ ഒരു കളവ് കേൾക്കുന്ന സമയത്ത് നമുക്കത് ശരിയാണെന്ന് തോന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ബ്ലാക്ക് ആണ്, ഇപ്പോൾ ബാസിലേക്ക് വന്നിട്ട് ബ്ലാക്ക് ആണെന്ന് മനസ്സിലാക്കി. പക്ഷെ ഒരു 100 ആളുകൾ ഈ റൂമിലേക്ക് കയറാണ്, ഈ 100 ആളുകളും ഇത് മഞ്ഞയാണെന്ന് പറയുകയും ഈ മഞ്ഞ ബോർഡിന്റെ മഹത്വം പറയുകയും ചെയ്യുകയാണെങ്കിൽ ബാസിലേക്ക് വിശ്വസിക്കും, ഞാൻ കണ്ടെന്തോ തെറ്റാണ്, ശരിക്കും മഞ്ഞ ബോർഡാണെന്ന് വിശ്വസിക്കും. അത് ആവർത്തിച്ച് കേൾക്കുന്ന സമയത്ത് ഒരു നുണ പോലും നമുക്ക് സത്യമാണെന്ന് തോന്നും. ഇതിനാണ് ഇല്യൂസറി ട്രൂത്ത് എഫക്ട് എന്ന് പറയാം. നമ്മൾ രാഷ്ട്രീയമായി ചരിത്രപരമായിട്ട് ഗീബൽസിയൻ തന്ത്രം എന്നോ ഗീബൽസിയൻ ആശയം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത്തരത്തിൽ നിങ്ങൾ ചില കാര്യങ്ങൾ നിരന്തരം കേട്ടു, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര സംഭവമായിട്ട് കാണുന്ന ആളുകൾ ചില കാര്യങ്ങൾ നിരന്തരം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നിയിരിക്കുകയാണ്. അല്ലാതെ ഒരു ഡിഫോൾട്ട് ട്രൂത്ത് എന്നുള്ള സാധനം നേരത്തെ പറഞ്ഞ 2 വഴികളിലൂടെ അല്ലാതെ വരില്ല. മറ്റേത് ആശയവും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്, സംവദിക്കപ്പെടേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം ലിബറലിസം ഈസ് നോട്ട് മച്ച് ലിബറൽ എന്ന് പറഞ്ഞല്ലേ, നിങ്ങളൊന്ന് ലിബറലിസ്റ്റിന്റെ ആശയങ്ങളെ പറ്റി ജസ്റ്റ് ആലോചിച്ചത് തന്നെ ഇത്തരം വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയും. അല്ലെങ്കിൽ ഡിബേറ്റ് ആവാം, ലിബറലിസ്റ്റിന്റെ അടിസ്ഥാനങ്ങളെ പറ്റി ഡിബേറ്റ് ആവാം. ആ ഡിബേറ്റുകൾ നമുക്കിത് ബോധ്യപ്പെടാൻ പറ്റും, അങ്ങോട്ടും ഇങ്ങോട്ടും സംവാദത്തിൽ ബോധ്യപ്പെടാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണത്തിന് വസ്ത്രസ്വാതന്ത്ര്യം മാത്രം എടുത്താൽ മതി. ഇപ്പോൾ വസ്ത്രസ്വാതന്ത്ര്യത്തിൽ ലിബറലിസ്റ്റിന്റെ ഒരു അപ്രോച്ച് എന്താണ്? ഐ ഹാവ് ദ റൈറ്റ് ടു സെലക്ട്, ഞാൻ എന്താണ് ധരിക്കേണ്ടതെന്നുള്ളതിന്റെ ചോയ്സ് എൻ്റെ അടുത്താണ്, ഞാനാണ് സെലക്ട് ചെയ്യേണ്ടത്. എന്നിട്ട് ഞാൻ ഈ ടൈപ്പ് വസ്ത്രം ഇട്ടാലും ഒരു സെറ്റ് എന്ന് പറയും. ഞാൻ ഒരു സ്ത്രീ ആണെങ്കിൽ അതേ ഞാൻ എന്ത് ചെയ്യാണ്, ഹിജാബ് ഇടാണ്. അത് ചെയ്യരുത്. അപ്പൊ ചോദിക്കാണ് ഹിജാബ് ഇടാനുള്ള കാരണം എന്താ റീസൺ? എന്റെ പടച്ചനോട് പറഞ്ഞു, ഞാൻ അതുകൊണ്ട് ഇടാണ്. അത് പറ്റൂല. അപ്പോൾ വേറൊരാൾ പറയാണ്, ഓക്കെ ഹിജാബ് അല്ലാത്ത വേറൊരു വസ്ത്രം ഇടാണ്, ഒരു 3/4 അല്ലെങ്കിൽ 1/2 അങ്ങനെ ഏതെങ്കിലും അത്രയും ഭാഗങ്ങൾ ശരീരത്തിന് മറക്കണത്. ഇനി എത്രയോ മറച്ചോട്ടെ. അപ്പൊ അവിടെ ചോദിക്കണം എന്തുകൊണ്ട് കിട്ടും? ബിക്കോസ് എന്നെ ഈ വസ്ത്രത്തിൽ കാണാൻ രസമുണ്ടെന്ന് എൻ്റെ 10 കൂട്ടുകാർ പറഞ്ഞു. 10 കൂട്ടുകാർ പറഞ്ഞാൽ ഓക്കെ ഗുഡ്, നിനക്കത് ഇടാം. എന്റെ പടച്ചോൻ ഇങ്ങനെ ആണ് ഇടേണ്ടതെന്ന് പറഞ്ഞു. നോ, എന്താണ് നിങ്ങൾ പറയണത്? എനിക്ക് എന്റെ വസ്ത്രം തിരഞ്ഞെടുക്കാനുള്ള ചോയ്സ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. ആ ചോയ്സിന് പിന്നിൽ എനിക്ക് ആരുടെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കണം? എൻ്റെ പടച്ചോന്റെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കണോ, അതോ എൻ്റെ 10 കൂട്ടുകാരുടെ ഇഷ്ടത്തിൽ തിരഞ്ഞെടുക്കണോ, അതോ എന്നോട് ഇതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിന്റെയും ഫേസ്ബുക്കിന്റെയും യൂട്യൂബിന്റെയും അൽഗോരിതം തിരഞ്ഞെടുക്കണോ, അതോ എനിക്കിത് ഭംഗിയുള്ള ഡ്രസ്സാണെന്നുള്ളതും ട്രെൻഡ് ആവുന്നുള്ളതും പഠിപ്പിച്ച മൂവിനെ തിരഞ്ഞെടുക്കണോ? എൻ്റെ ചോയ്സിന് പിന്നിൽ എന്ത് വർക്ക് ചെയ്യണമെന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കും. അവിടെ പടച്ചോൻ വെക്കാൻ പാടില്ല, എൻ്റെ പടച്ചോൻ പറഞ്ഞു വെക്കാൻ പാടില്ല. അഥവാ ലിബറലാണ്, പക്ഷെ ഞങ്ങൾ പറയുന്നതിനെ സ്വീകരിക്കലാണ് അലിബറൽ എന്ന് പറഞ്ഞത്. അതിനപ്പുറത്തേക്ക് ലിബറൽ പോകാൻ പാടില്ല. അപ്പോൾ ഇത്തരക്കാരായ ആളുകൾ, അവരോട് ഞങ്ങൾക്ക് ആകെ പറയാനുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ എല്ലാവർക്കും അവരുടേതാണ് ശരി എന്നുള്ളത് സ്വാഭാവികമായിട്ടും തോന്നും. അല്ലെങ്കിൽ ആ ഒരു വിശ്വാസം, അങ്ങനെയാണല്ലോ ഓരോരുത്തരും ഓരോ ആശയത്തിന്റെ വക്താക്കളാകുന്നത്. ആ നിലക്ക് നിങ്ങൾക്ക് ലിബറൽ ആശയങ്ങൾ, നിങ്ങൾ ഈ സോക്കോൾഡ് പുരോഗമന മോഡേൺ ആശയങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്വീകരിക്കാം. പക്ഷേ അതിലേക്ക് ബാക്കിയുള്ളവരെല്ലാം ബൈ ഡിഫോൾട്ട് വരണം എന്ന ചിന്ത ഒഴിവാക്കുക. അതിനപ്പുറത്തേക്ക് നിങ്ങളിപ്പോൾ വിശ്വസിക്കുന്ന ആ വിശ്വാസം, ലിബറൽ വിശ്വാസം, ആ ലിബറൽ മതത്തിന്റെ വിശ്വാസക്കാരാണ് നിങ്ങൾ. അത് നിങ്ങൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും അതാണ് അതിന്റെ യാഥാർത്ഥ്യം. അതിനെ ഒന്ന് ക്രിറ്റിക്കലി ഒന്ന് എൻഗേജ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനൊന്ന് സെൽഫ് ആയിട്ടൊന്നൊന്ന് പുനഃപരിശോധിക്കാനോ ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ അതിനുകൂടിയൊക്കെ ശ്രമിക്കുക എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. കാലം മാറി, പിന്നെ എന്തെങ്കിലും ഒരു കാര്യം ഡിഫോൾട്ടായി പൊതു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിച്ചോളണം എന്ന് പറയുന്ന അത്തരം തിട്ടൂരങ്ങളിൽ നിന്നൊക്കെ പ്രത്യേകിച്ചും പുതിയ തലമുറയൊക്കെ കുറച്ചുകൂടിയൊക്കെ മാറി ചിന്തിച്ച് ക്രിറ്റിക്കലി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്, പഴയതുപോലെയല്ല എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ബാക്കി വിഷയങ്ങൾ നമുക്ക് അടുത്ത വീഡിയോകളിൽ ഡിസ്കസ് ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.